ഹലോ, ഞാൻ നിങ്ങളുടെ അയനാമു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് എന്ത് കഥയാണെന്നല്ലേ, നമുക്ക് നമ്മുടെ ദേവൻ്റെ കഥയുടെ ബാക്കി കേൾക്കണ്ടേ? അപ്പോൾ അത് കേൾക്കാത്തവർ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതുകൂടെ കേട്ടിട്ട് ഇത് കേൾക്കും കേട്ടോ. എന്നാലേ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് കഥയിലേക്കൊക്കെ പോയാലോ? അത് ചേച്ചി അത്രയ്ക്ക് തടിയൊന്നുമില്ല, എന്നാൽ ബാക്കിയെല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ആളുടെ മുന്നും ബാക്കൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ. അയ്യേ, അത് ബോറല്ലേ? എടാ, എന്നെ കാണാൻ അത്രയ്ക്കും ബോറാണോ? അങ്ങനെ ആര് പറഞ്ഞു? ഞാൻ വേണേ ഓപ്പണായിട്ട് പറയാം, കേട്ടിട്ട് പിന്നെ പിണങ്ങരുത്. ഏയ് ഇല്ല, നീ പറ. അല്ലേ വേണ്ട, ഞാനിനി അതും ഇതും പറഞ്ഞാൽ പിന്നെ ചേച്ചി എന്നോട് മിണ്ടിയില്ല. അയ്യടാ, അങ്ങനെ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട, ഉള്ള കാര്യം മനസ്സിലാക്കി തന്നാൽ മതി. ചേച്ചിയുടെ ഒറ്റ ഡയലോഗിൽ എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് വീഴില്ലാന്ന്. അല്ലെങ്കിലും ആര് പറയുന്നു, ചേച്ചിയെ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും, അത്രേ ഉള്ളൂ. കൂടുതൽ വിശദീകരിക്കാതെ അല്പം ഗൗരവത്തോടെ ഞാൻ പറഞ്ഞു. എൻ്റെ ഗൗരവം കണ്ടിട്ടാവണം ഒരു മൂളലിൽ ചേച്ചി മറുപടി ഒതുക്കി. പിന്നെ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. പുറത്തേക്കിടുന്നതൊക്കെ മോളുടെ വായ്മ പതിയെ വെച്ചുകൊണ്ട് ചേച്ചി പുറത്തേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ഒരു റൊമാൻറ്റിക് സോങ്ങാണ് ബസ്സിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിച്ചു. ആ വൈബിൽ മനസ്സ് പലയിടത്തേക്ക് ചാഞ്ചാടി. ചേച്ചിയുടെ ചെറു സ്പർശനങ്ങൾ പോലും എന്നിലൊരു സുഖമുള്ള ഒരു ഇതായിട്ട് അനുഭവപ്പെട്ടു. ആരും മിണ്ടുന്നില്ല, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ആ ശരീരത്തിൽ കൈകൾ കൂടുതൽ സ്പർശിക്കാൻ മനസ്സ് വെമ്പി. വേണ്ട, ഇപ്പോൾ അതിന് മുതിർന്നാൽ ഉള്ളതും ഇല്ലാതാവും. അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു. ഇനി ചേച്ചിയോട് സംസാരിക്കാൻ ഒരു മടി. ചേച്ചിയാണെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കുട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുക. എന്നാലും ഈ പുരുഷന്മാരുടെ സങ്കല്പങ്ങളിൽ എന്നെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലേ? മൗനം വിഴിഞ്ഞ് ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലുള്ള ഉത്തരവും പ്രതീക്ഷിച്ച് ചേച്ചി എന്നോട് ചോദിച്ചു. എൻ്റെ പൊന്നു ചേച്ചി, അതിനെന്താ ഇത്ര സംശയം? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ. അപ്പോൾ ചേച്ചി എന്നോട് സംസാരിക്കുന്നതിനിടയിൽ മുഖത്ത് അല്പം നീരസം ഞാൻ പ്രകടിപ്പിച്ചു. ഒന്ന് പോടാ ചെറുക്ക, ഞാൻ കളിയാക്കിയതല്ലേ. അപ്പോൾ ചേച്ചിയുടെ മുഖത്ത് ചെറിയുണ്ടായിരുന്നു. നുണ, എനിക്കറിയാം ചേച്ചിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന്. ഓ പിന്നെ തെറ്റിദ്ധരിക്കാനോ? അതിനും മാത്രം നീയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ കൊല്ലും നിന്നെ ഞാൻ. ഓ, സമാധാനായി. ഇപ്പം ചേച്ചിയുടെ അടുപ്പം കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. അതൊക്കെ പോട്ടെ, നിന്റെ പെങ്ങൾക്ക് കല്യാണമൊന്നും നോക്കുന്നില്ലേ? അവൾക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട ചേച്ചി, കുറേ പഠിക്കണമെന്നാണ് പറയണേ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ. അതൊക്കെ ആ പറച്ചിൽ മാത്രമേ ഉണ്ടാവൂ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റേതായ തിരക്കിലാവും. അതും ശരിയാ. എന്തായാലും എൻ്റെ വകയിലൊരു പയ്യനുണ്ട്, അവന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? ഇത്ര പെട്ടെന്ന് ബ്രോക്കർ പണിക്കിറങ്ങിയോ? ഞാനൊന്ന് കളിയാക്കി ചോദിച്ചു. അങ്ങനെയെങ്കിൽ അങ്ങനെ. വീട്ടിൽ അവളുടെ വിവാഹത്തിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംസാരം വരികയാണെങ്കിൽ നീ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. അതിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പ് ചെയ്യാം. പിന്നെന്താ, എൻ്റെ ചേച്ചി പറഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാണ്ടിരിക്കുമോ? എന്താ മോനെ, ചേച്ചി വിളിക്കൊരു സ്നേഹം കൂടുതൽ. ഒന്ന് ചേച്ചി എന്നും പറഞ്ഞ് ഞാൻ ചേച്ചിയുടെ എൻ്റെ ചുമല് കൊണ്ട് പതിയെ നെടിച്ചു. ചെക്ക, കുട്ടി പാലൊടിക്കുന്നുണ്ട്, അടങ്ങി നിൽക്ക്. ഓഹോ, അവള് ഉറങ്ങിയില്ലേ? എവിടെ ഉറങ്ങാൻ, ബെഡിൽ കിടന്ന സുഖമായി ഉറങ്ങിക്കോളും. ഇനി ഞാൻ പിടിക്കണോ ചേച്ചി കുറച്ചു നേരം? വേണ്ടടാ, ഞാൻ പിടിച്ചോളാം. ഇത്രയും നേരം ചേച്ചി പിടിച്ചതല്ലേ, ഇനി ഞാൻ പിടിച്ചോളാന്നേ. പിന്നെ ചേച്ചി എൻ്റെ ബന്ധുവാവാൻ പോവുകയല്ലേ, അപ്പം പിന്നെ കുറച്ചൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടാവില്ലേ? അത് വേണം. എന്നാ ബന്ധു മോളെ നോക്കിക്കോ. എന്നെ കളിയാക്കിക്കൊണ്ട് ചേച്ചി മോളെ എടുത്ത് എൻ്റെ കൈ തന്നു. കുട്ടിയുടെ വായിൽ നിന്നെടുത്ത അതൊരു മിന്നായം പോലെ ഞാൻ കണ്ടു. കുട്ടിയെ എൻ്റെ കയ്യിൽ നിന്നിട്ട് ചേച്ചി ഫ്രീ ആയിട്ടിരുന്നു. സത്യം പറയാലോ, ഇത്രയും നേരം മോള് നീ ഒന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ ഒരു സുഖം കിട്ടി.
അതിനെന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? അന്യനെ പോലെ കണ്ടാൽ അങ്ങനൊന്നും പറയാൻ തോന്നില്ല. നീ എനിക്കെന്നോ? ഒരിക്കലുമില്ല. ഇനി മുതൽ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്കങ്ങനെ തന്നെയാ പൊന്നുമോളെ എന്നും പറഞ്ഞ് ഞാനൊക്കെ അവളിൽ നിന്ന് നുള്ളി. ഓ, ബെസ്റ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞ് ഇപ്പം തന്നെ അധികാരം തുടങ്ങിയോ? ഇപ്പോഴത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെയാ, മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കും. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് അധികാരം എടുത്താലോ? ഓഹോ, അങ്ങനെയാ? എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. എങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇനി മുതൽ ഞാൻ പറയുന്ന പോലെ ഒക്കെ ചെയ്യണം. ഓക്കെ ആണോ? എടുത്തോ. പക്ഷേ ഞാൻ പറയുന്ന പോലെ എൻ്റെ ഫ്രണ്ടും കേൾക്കണം. ചേച്ചി അംഗീകരിക്കോ എന്നൊരു സംശയത്തോടെ ഞാൻ പറഞ്ഞു. അപ്പോൾ നാളെ മുതൽ ഞാൻ പറയുന്നത് പോലെ നല്ല കുട്ടിയായി നീയും, നീ പറയുന്നത് പോലെ നല്ല കുട്ടിയായി ഞാനും. ഓക്കെ? എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ചേച്ചി എന്നോടാട്ടത് പറഞ്ഞു. അത് കൊള്ളാന്ന് എനിക്കും തോന്നി. ഇനി ഞാൻ തകർക്കും. മനസ്സിൽ സ്വയം ആർപ്പുവിളികൾ വിളിച്ച് ഞാൻ അടങ്ങി നിന്നു. പിന്നെ സംസാരിച്ച് തീർന്നപ്പോഴേക്കും ബസ് ഇറങ്ങേണ്ട സ്ഥലമെത്തി. കുട്ടിയെ ചേച്ചിക്ക് കൈമാറി നാളെ കാണാമെന്ന് ഒരു കാമുകനെ പോലെ ഞാൻ ആരും കേൾക്കാതെ പറഞ്ഞു. എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഓക്കെ എന്ന് പതിയെ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു സ്കൂൾ ടൂർ കഴിഞ്ഞ് വരുന്നൊരു ഫീലായിരുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്ത് സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ജീപ്പിൽ കയറി വീട്ടിലെത്തിയ ഓർമ്മയേ ഉണ്ടായിരുന്നുള്ളൂ. ഓടി ചെന്നിട്ട് അങ്ങോട്ട് കിടന്നു. പുലർച്ചെ അച്ഛൻ്റെ അമ്മയോടുള്ള ഉപദേശങ്ങൾ കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത് തന്നെ. എനിക്ക് PSCക്ക് എന്തായാലും കിട്ടുമെന്ന് എൻ്റെ വാക്കുകൾ അച്ഛൻ ഒരുപാട് ഉന്മേഷം നൽകിയിരിക്കുന്നു. അത് അമ്മയോടുള്ള ആ വാക്കുകൾ കാണാം. മെല്ലെ എണ്ണീറ്റ് അറ്റത്തെത്തി ഒന്ന് മുള്ളി കൃത്യസ്ഥാനത്ത് തന്നെ പതിപ്പിച്ച്. ആഹാ, മനസ്സിനും ശരീരത്തിനും ഒരാശ്വാസം. പെട്ടെന്ന് കിളുങ്ങുന്ന മണി പാദസരങ്ങളുമായി ദേവൂട്ടിനടുത്തേക്ക് ഓടി വന്നു. ഏട്ടൻ എണ്ണീറ്റോ? ഞാൻ എത്ര നേരത്തെ കാത്തിരിക്കണേ. കോളേജിലേക്ക് പോകാനായി പച്ച കളർ ടോപ്പ് ഇട്ട് അവൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നു. മുഖമൊക്കെ കണ്ടില്ലേ, ആകെ കരുവളിച്ചു. ഏട്ടൻ ശരിക്കും ഉറങ്ങിയില്ലേ? എൻ്റെ മുഖത്ത് നോക്കി അവളത് ചോദിച്ചു. പിന്നെ ഉറങ്ങാതെ നല്ലോണം ഉറങ്ങി. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാവും. ഏട്ടൻ ഇന്നെന്നെ കൊണ്ടാക്കാനുണ്ടാവില്ല അല്ലേ? നീന്ന് ബസ്സിന് പോയാൽ മതി. അവൻ്റെ ക്ഷീണമൊന്നും മാറിക്കോട്ടെ. ദേവൂട്ടിയുടെ ചോദ്യം കേട്ട അമ്മ അവളോടായി മറുപടി പറഞ്ഞു. അത് കേട്ട ദേവൂട്ടി എന്നോട് ചിരിച്ചു. അവളുടെ റൂമിലേക്ക് അങ്ങ് പോയി. ഞാൻ വീണ്ടും കിടന്നു. ഉറക്കം വരുന്നില്ല. ഫോൺ എടുത്ത് നോക്കി. അയ്യോ, ചേച്ചിയുടെ മെസ്സേജ്. 5 മിനിറ്റായി മെസ്സേജ് വന്നിട്ട്. വേഗം ഓപ്പണാക്കി നോക്കി. എന്തായി, എണ്ണീറ്റോ? നേരത്തെ എണ്ണീക്ക് എന്നിങ്ങനെയുള്ള കുറേ മെസ്സേജുകൾ. അപ്പോഴാ എനിക്ക് ഇന്നലെ ഞാനും ചേച്ചിയും സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. മുഖത്തൊരു പുഞ്ചിരി സെറ്റാക്കി ചേച്ചിക്കൊരു സെൽഫി അയച്ചു കൊടുത്തു. എന്നിട്ടൊരു മെസ്സേജും. കണ്ടോ, എണ്ണീറ്റു, ഇനി കുളിക്കണം. പിന്നെ ചേച്ചി എല്ലാ ജോലിയും ചെയ്തിട്ട് കുളിക്കണ്ട, ആദ്യം കുളിച്ചിട്ടെല്ലാ ജോലിയും ചെയ്യും. മെസ്സേജ് അയച്ചെങ്കിലും റിപ്ലൈ വന്നില്ല. ഫോൺ താഴത്ത് വെച്ചു. വീണ്ടും എണ്ണീറ്റ് പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം ഒന്ന് കുളിച്ചു. അമ്മയുടെ അടുത്ത് ചെന്നൊന്ന് കൊഞ്ചി അല്പം ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്കും ചേച്ചിയുടെ മെസ്സേജ് വന്നിരുന്നു. എൻ്റെ സെൽഫിക്ക് ഒരു ലൈക്ക് ഉണ്ട്. ഗുഡ് ബൈ. ഞാൻ പഴയൊക്കെ കഴിഞ്ഞേ കുളിക്കാറുള്ളൂ. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ വിയർത്ത് നാറും. പിന്നെ വീണ്ടും കുളിക്കണം. മെസ്സേജ് കണ്ടുടനെ ഞാൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഏയ്, അത് പറ്റില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം. ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് മെസ്സേജ് അയക്കുമൊത്തേ. മെസ്സേജ് അയച്ചു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്ലൈ വന്ന്. കൂടുതൽ ഡയലോഗുകളൊന്നുമില്ല, ഒരു ഫോട്ടോ മാത്രം. അത് ചേച്ചി കുളിച്ച് ചുന്തിരിയായി മുടിയൊക്കെ കെട്ടിയൊരു സെൽഫി. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആ, അടിപൊളി. അപ്പോൾ അനുസരിക്കാനൊക്കെ അറിയാമല്ലേ? ആ ഫോട്ടോയ്ക്ക് എൻ്റെ റിപ്ലൈ എന്താകും എന്നറിയാൻ കട്ട വെയിറ്റിങ്ങിലാണ് പുള്ളി എന്നെനിക്ക് മനസ്സിലായി. മെസ്സേജ് അപ്പം തന്നെ റീഡ് ചെയ്തു. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാ. കുറേ കാലത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ടൊന്ന് ഇട്ട് നോക്കി. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി. ഈ ഡ്രസ്സിട്ട് ഞാനിട്ട് കണ്ടിട്ടേ ഇല്ല. മാത്രമല്ല നല്ല ടൈറ്റും. ശരിയാ, നല്ല ടൈറ്റ് ഉണ്ട്. നീ ബസ്സിൽ നിന്ന് പറഞ്ഞ പോലെ നല്ലോണം തടിച്ചിട്ടുണ്ട് ഞാൻ. ഇതിട്ട് പുറത്തേക്കൊന്നും പോരുത് കേട്ടോ. അതെന്താ പോയാ? പൊന്നു ചേച്ചി, ഇത് കേട്ട് പോയാൽ പിന്നെ ആ വഴിക്കുള്ള പുരുഷന്മാരുടെ മനസ്സമാധാനം മൊത്തം പോവില്ലേ? അത്രയ്ക്കും പോരാ?
ഓ, ബോറെന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ ചേച്ചിയെ കാണാൻ നല്ലൊരു ലുക്കാണ്, ഒന്നുകൂടി സുന്ദരിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അല്പം നേരത്തിൻ്റെ മറുപടിയൊന്നും കണ്ടില്ല. ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു നോക്കി, നോ റിപ്ലൈ. ശേടാ, അങ്ങനെ മെസ്സേജ് ചെയ്യേണ്ടതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു. എവിടെ പോയി, ഒരു റിപ്ലൈയും കണ്ടില്ലല്ലോ. ഞാൻ വെള്ളം കുടിക്കാൻ പോയതാടാ. അത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി. ചേച്ചിക്കപ്പോൾ പ്രശ്നമൊന്നുമില്ല. സത്യം പറ ചേച്ചി, കണ്ണടിയുടെ മുമ്പിൽ പോയതല്ലേ? ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കി. എടാ തുഷ്ടാ, നീ ഇതെങ്ങനെ മനസ്സിലാക്കി? അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആ, എന്നിട്ടെന്ത് തോന്നി? ശരിയാടാ, ഒരുപാട് മാറ്റമുണ്ട് എൻ്റെ ഇതിന്. ഞാൻ അയച്ച ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം. അല്ലേ വേണ്ട, ഞാൻ തന്നെ ചെയ്യാം. മെസ്സേജ് അയച്ചതിന് പുറകെ ആ ഫോട്ടോ ചേച്ചി ഡിലീറ്റ് ചെയ്തു. അതെന്തിനാ ഡിലീറ്റ് ചെയ്തേ? എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാ? ദേഷ്യം വന്ന് ഞാൻ ദേഷ്യം കടിച്ചമർത്തി ഇത് മാത്രം ചോദിച്ചു. അയ്യോ അതല്ലടാ, ഇങ്ങനൊരു ഫോട്ടോ നിൻ്റെ ഫോണിൽ ആരെങ്കിലും കണ്ടാൽ അത് പിന്നെ പ്രശ്നമാണ്. എൻ്റെ ഫോണിൽ നിന്ന് ആര് കാണാനാ? ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ എന്തു ചെയ്യും? അതെന്തിനാ കാണുന്നേ? ഓ സോറി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ പിന്നെ വരാം. ഞാനൊന്ന് ഫീൽ ചെയ്ത് മെസ്സേജ് ചെയ്തു. പോലെ ഞാൻ ചുമ്മാ പറഞ്ഞാടാ. ഫോണിലൂടെ ഫോട്ടോ അയക്കുന്നത് പേടിയാ. അത് വേണ്ട. നിനക്ക് കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നൂടെ? ഒരു തമാശ. ഞാൻ ചേച്ചി അത്ര അടുത്ത ഒരാളായിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? പോട്ടെ, ഞാൻ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞില്ലേ, അത് വീട്. പക്ഷേ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒരു ദിവസം ഈ ഡ്രസ്സിട്ട് എനിക്ക് കാണണം. അതിനെന്താ, നീയല്ലേ? എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്ക് മാത്രം ആ ഡ്രസ്സിൽ കണ്ടാൽ മതി, വേറെ ആരും കാണണ്ട. അതിട്ട് പുറത്തും പോകണ്ട. എന്താ മോനെ ലബ്ബാ? എനിക്കൊരു ഭർത്താവും കൊച്ചൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താ ചേച്ചി അങ്ങനെ ഒരു ടോക്ക്? ചേച്ചി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോലെ കണ്ടിട്ടാണ് ഞാനെല്ലാം പറയുന്നത്. അത് ചിലപ്പോൾ ലവിനേക്കാളും ഈരത്തിലുള്ള എന്തെങ്കിലും ആവാം. പോട്ടെ, എൻ്റെ സന്തോഷമായിട്ടും പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഞാൻ എവിടെ പോയാലും കുഴപ്പമില്ല, വിശ്വാസം. പക്ഷേ നീ ഇപ്പം പറഞ്ഞതൊരു കാമകനെ പോലുള്ള വാക്കുകളല്ലേ? അതുകൊണ്ട് ചോദിച്ചതാ. അത് വിട്. പിന്നെ നീ ചോദിക്കുന്നത് എനിക്കിഷ്ടം, പോരെ? അത് മതി. അപ്പോൾ ഞാൻ നാളെ വരാം. അപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇട്ട് കാണിക്കണം. ഓക്കെ? എന്നാൽ ഓക്കെ, നീ രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്ക് വന്നോ. പിന്നെ ഒരു ഡൗട്ട് കൂടി, എത്രയും ടൈറ്റുള്ള ഡ്രസ്സ് ഇടുമ്പോൾ മോൾക്ക് കൊടുക്കുമ്പോൾ അതെങ്ങനെ പുറത്തെടുക്കും? ഒരു തമാശ ഞാൻ ചോദിച്ചു. എടാ, നിന്നെ നാളെ കൈ കിട്ടട്ടാ. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. പരസ്പരം ചീത്ത വിളിച്ചും ചിരിച്ചും കളിച്ചും ചാറ്റിങ് അങ്ങ് നിർത്തി. ചേച്ചി നല്ല കമ്പനി ആയിട്ടുണ്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി ഒരു ഫോട്ടോ അയച്ചു തന്നു. ചോദിച്ചപ്പോൾ അത് ഇന്നലെ പറഞ്ഞ ചേച്ചിയുടെ ബന്ധുവാണെന്നും പറഞ്ഞു. ഞാൻ ആ ഫോട്ടോയും നോക്കി. കൊള്ളാം, സമയമാകുമ്പോൾ അമ്മയോടും അച്ഛനോടും പറയാം. അങ്ങനെ ഓരോ പണികളും അലയിലുമായി സമയം മുന്നോട്ട് നീങ്ങി. ഉറങ്ങിയായിരുന്നു എന്നെ ദൈവം വന്ന് തട്ടി വിളിച്ചു. അവൾ വിളിച്ചത് അറിയുന്നുണ്ടെങ്കിലും പാതി മയക്കത്തിൽ എനിക്ക് മറുപടി പറയാൻ സാധിക്കാതെ ഞാൻ മിണ്ടാതെ തന്നെ കിടന്നു. അവൾ എൻ്റെ അടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചിരുന്നു. കോളേജിൽ നിന്നും വന്ന അവളുടെ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല. ആ വിയർപ്പിൻ്റെയൊക്കെ ഗന്ധം അതിങ്ങനെ തലയിൽ കയറിയപ്പോഴാണ് എൻ്റെ ബോധം തെളിഞ്ഞ്. ദേവൂട്ടി എന്നെ ഇതാക്കി കിടക്കുകയല്ലേ എന്ന് മനസ്സിലായപ്പോൾ എന്നിലെ ചിന്തകൾ മാറാൻ തുടങ്ങി. പക്ഷേ ഒരേട്ടനെ സ്നേഹത്തിൽ പുണരുന്നതിലപ്പുറം വേറെ ഒന്നും അവളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. പോയി ഡ്രസ്സ് മാറി കിടക്കടി, ആ ചെറുക്കൻ്റെത് മൊത്തം ഇതാകും. ഇങ്ങനെ ഉണ്ടോ പെങ്ങന്മാർ? അവളുടെ കിടത്തം കണ്ടിട്ട് അമ്മ ഒന്ന് ചൂടായിപ്പോയി. പക്ഷേ അവൾ മൈൻഡൊന്നും ചെയ്തില്ല. അവൾ എന്നെ ഇതാക്കി തന്നെ കിടന്നു. അതിൻ്റെ ഇതൊക്കെ പുറം ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ എന്നെ ഇതിൻ്റെ മൈൻഡ് ചെയ്യാതെ നിൽക്കാൻ പറ്റുമോ? അവൾ സെറ്റായി തുടങ്ങി. ഞാൻ തിരിഞ്ഞ് അവളെ ഇതാക്കി. അയ്യേ നാരന്ന്, ഇപ്പോൾ ഡ്രസ്സ് മാറ്റി വാടി. അവളെ കളിയാക്കാനായി ഞാൻ പറഞ്ഞു. സോറി ഏട്ടാ, 2 ദിവസമായില്ലേ ഏട്ടനൊന്ന് കിട്ടിയിട്ട്, ഞാൻ ഇപ്പോൾ വരാം. എന്നെ നിന്നും മാറി അവൾ റൂമിലേക്ക് ഒറ്റ ഓട്ടം. പറയണ്ടായിരുന്നു. അവളുടേതിനാണ് ഇതുവരെ അല്ലാത്തൊരു ഗന്ധമായിരുന്നു ഞാൻ അപ്പോൾ അറിഞ്ഞത്.
മറ്റേതാണെങ്കിൽ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. എന്താ പറയുക, അതിങ്ങനെ ദേവൂട്ടിയെ കാത്ത് കിടക്കുന്ന പോലെയുള്ള നിപ്പായിരുന്നു. എന്താല്ലേ, ചായ കുടിക്കുന്നില്ല നീ? വന്ന പാടി കയറി കിടക്കുക. വേണ്ടമ്മേ, ഏട്ടൻ വന്നിട്ടൊന്നും മിണ്ടിയത് പോലുമില്ല, കുറച്ച് കഴിയട്ടെ. അമ്മയുടെ ചോദ്യത്തിന് മറുപടി നൽകി അവൾ എൻ്റെ റൂമിലോട്ട് വന്നു. പാതി തുറന്ന കണ്ണുകളുമായി അവളെ നോക്കി ഞാൻ ഞെട്ടി. ഞാൻ വാങ്ങിക്കൊടുത്ത ആ കറുത്ത ബനിയനും ഒരു 3/4 എൻ്റെ ഉള്ള ഒന്ന് കാലിയെങ്കിലും ഞാൻ പുറത്ത് കാണിക്കാതെ കണ്ണടച്ചെന്നെ കിടന്നു. ഏട്ടനെന്താ എണ്ണിക്കാതെ? എത്ര നേരമായി എനിക്ക്? എന്നെ തട്ടി വിളിച്ചവൾ ചോദിച്ചു. അന്ന് നിരങ്ങി മൂളിക്കൊണ്ട് ഞാൻ ഉറക്കത്തിലെന്ന പോലെ അവളിതാക്കി അവിടെ കിടത്തി. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ അവൾ എൻ്റെ അടുത്ത് ഇതായി. പക്ഷേ അതൊക്കെ തട്ടാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കൈകൾ അവളുടെ കൈക്കുകൾക്ക് മുകളിലൂടെ ആണെങ്കിലും അതിലൊക്കെ ചെറിയൊരു സ്പർശനം അത് ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലായിരുന്നു അത്. കുളിരുകൾ കയറി ശരീരം കിടന്നിട്ടങ്ങ് ചൂടാവാൻ തുടങ്ങി. ഏട്ടനെന്താ 2 ദിവസം വിളിച്ചതുപോലുമില്ലല്ലോ? കൈകൾക്കുള്ളിൽ ആൾ കിടന്നൊരു നീരസം പറഞ്ഞു. ഞാനവിടെ ഒരു തിരക്കി പെട്ടുപോയില്ലേടി. ഓ, എനിക്കറിയാലോ, ഞാൻ വെറുതെ പറഞ്ഞ. നീ എന്താ ഈ ഡ്രസ്സ് ഇട്ടേക്കണേ? ഇതിടരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഞാനിങ്ങനെ ചെറുതായിട്ട് കുരനാക്കി ഇങ്ങനെ അവളുടെ അടുത്തായിട്ട് പറഞ്ഞു. ഏട്ടനല്ലേ പറഞ്ഞ വീട്ടിൽ മാത്രം ഡ്രസ്സ് ഇട്ടാൽ മതിയെന്ന്. അതിങ്ങനെ തട്ടുന്നത് ശ്രദ്ധിക്കാതെ അവളും പറഞ്ഞു. ആ ശരിയാ, ഞാനതങ്ങ് മറന്നു. പിന്നെ ഇപ്രാവശ്യം എന്തായാലും കിട്ടുമല്ലോ? കിട്ടും. നല്ല സുഖമായിരുന്നു ഇപ്രാവശ്യത്തെ ചോദ്യങ്ങൾ. കിട്ടട്ടെ, എൻ്റെ ഏട്ടൻ കുറേ കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ. എൻ്റെ കൈകളിൽ വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു. ആ സമയം തന്നെ കുറച്ചുകൂടി എന്നിലേക്ക് ഇതായിട്ട് അവൾ അറിയാതെ ഞാനിതാക്കുന്നുണ്ട്. കിട്ടും മോളെ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഞായറാഴ്ചൻ്റെ കൂട്ടുകാരി ചിന്നുവിൻ്റെ കല്യാണം, ഏട്ടനും വരണം. അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ ഒരു നാണം അവൾ ഞാൻ കണ്ടു. ഏത്, ആ ചിന്നുകുട്ടിയുടെയോ? അവൾക്ക് കല്യാണമൊക്കെ ആയോ? എന്നൊരു സ്വാഭാവികമായ സംശയം ഉടലെടുത്തു. എന്താ ഏട്ടാ അത്? ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാ. അവളത് പറഞ്ഞപ്പോഴാണ് എനിക്കിന്നലെ ചേച്ചി പറഞ്ഞതൊക്കെ ഓർമ്മ വന്നേ. അപ്പോൾ നിനക്കും കല്യാണ പ്രായമായില്ലേ? അല്ല, മോളിനെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? അയ്യേ, ഞാനാരെയും പ്രേമിച്ചിട്ടില്ല. എനിക്ക് ഏട്ടനെ പോലുള്ള ഒരാളെ ഇഷ്ടം. എന്നെപ്പോലെ ഒരാളെയോ? അതെന്താ? അവളുടെ ചോദ്യത്തിൽ അല്പം ഞെട്ടിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അതെ, എൻ്റെ ഏട്ടൻ സുന്ദരനല്ലേ? എൻ്റെ കൈകൾ ഇതാക്കിക്കൊണ്ട് അവൾ എന്നോടായിട്ട് പറഞ്ഞു. ആണോ? എന്നാ ഞാനൊരാളെ കാണിച്ചു തരട്ടെ. ആരെ? ഒന്നും മനസ്സിലാക്കാതിൻ്റെ നേരെ മുഖത്തിരിച്ചവൾ ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇതാക്കിയിട്ട് എൻ്റെ ഫോണെടുത്ത് ചേച്ചി അയച്ചെന്ന ഫോട്ടോ എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾ ഫോൺ വാങ്ങി ആ ഫോട്ടോയിൽ നോക്കി. ഞാൻ അവളെ വീണ്ടും ഇതാക്കി കിടന്നു. പക്ഷേ നേരത്തെ ഒന്ന് എന്താ പറയുക സെറ്റായിരുന്നത് ഈ പ്രാവശ്യം അതുമേക്ക് ഇങ്ങനെ താട്ടി നിൽക്കുക. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതാരാ ഏട്ടാ? ഫോട്ടോ നോക്കിക്കൊണ്ട് അവൾ എന്നോട് ചോദിച്ചു. അതൊക്കെയുണ്ട്. പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. തക്കറുപ്പം മഴ. ദേവു, ഇവിടെ വേഗം വന്ന് അയലിൽ നിന്ന് തുണിയൊക്കെ എടുത്ത് മാറ്റി. അമ്മയുടെ വിളി കേട്ടതും അവൾ ഫോണെടുത്ത് മാറ്റി വെച്ച് മുറ്റത്തേക്ക് ഒരൊറ്റ ഓട്ടം. നല്ല രീതിയിൽ എഴുന്നേമന്ന് നിൽക്കുകയായിരുന്നു. എനിക്കത് അല്പം നിരാശയായിപ്പോയി. ഞാൻ ജനലരികിൽ പോയി നോക്കി. ഓ, എന്തൊരു മഴ! ഇപ്പം തന്നെ മുറ്റമൊക്കെ നിറഞ്ഞു. ജനലേക്കടിക്കുന്ന വെള്ളത്തുള്ളികൾ ഞാൻ അതിൽ സുഖം കണ്ടെത്തി. പതിയെ എൻ്റെതങ്ങ് താഴ്ന്നു. പെട്ടെന്ന് അതിശക്തമായിട്ടൊരു കാറ്റടിച്ചു. മരങ്ങളും ചെടികളും നിന്ന് ആടാൻ തുടങ്ങി. മുറ്റത്തെ തെങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഒലഞ്ഞു. അമ്മ ഞങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. മുറി കയറി വാതിലടച്ചു. അമ്മ എങ്ങനെയാണ്? പേടിച്ച 2 ചെവിയിലും വെള്ളികളിട്ട് പിന്നരങ്ങട്ട് കിടക്കും. മഴയുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലാണ് ആദ്യം വിട്ട് വീണ്ടും വന്നത്. ചിലരരികിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഞാൻ അവളെ കണ്ട് ടോട്ടലി കണ്ടുകൊണ്ടുപോയി. തലതോർത്തി നിൽക്കുന്ന അവളുടെ അതൊക്കെ ഇങ്ങനെ കിടന്ന് തുളുമ്പുന്നുണ്ട്. ഒന്നും ഇട്ടിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. മഴ പെയ്തപ്പോൾ തന്നെ ഇരുട്ട് മൂടിയ റൂമിൽ അതൊക്കെ നല്ല വണ്ടിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. തോർത്തൊരു ഭാഗത്തേക്ക് വെച്ച് അവൾ എന്താ നോക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എൻ്റെ ഫോണെടുത്ത് ആ ഫോട്ടോ വീണ്ടും നോക്കി.
ഇതാരാ പറ, എനിക്കെന്തിനാ ഈ ഫോട്ടോ കാണിച്ചു തന്നെ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഏട്ടൻ്റെ കൂട്ടുകാരനാ, ഞാനൊരു കള്ളം തട്ടിവിട്ടു. ഞാനെന്തിനാ ഇഷ്ടപ്പെടുന്ന? അയ്യേ, അതെന്താ, അവൻ കാണാൻ കൊള്ളില്ലേ? കാണാനൊക്കെ കൊള്ളാം, എന്ന് കരുതി ഇഷ്ടപ്പെടണമെന്നുണ്ടോ? നല്ലൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നി. ശരിയാ, ഞാൻ വെറുതെ കാണിച്ചതാ. ഞാൻ പറഞ്ഞില്ലേ, ഇനി കല്യാണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഏട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും ജീവിക്കാൻ എനിക്കിഷ്ടമെന്ന്. എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ആ മറുപടിയിൽ നിന്നും എനിക്ക് മനസ്സിലായി. അങ്ങനെ പറയരുത്. കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോട്ട് ജീവിക്കണം, അതല്ലേ ഏട്ടൻ്റെ സന്തോഷം. അതൊക്കെ പിന്നെയുള്ള കാര്യമല്ലേ. ഈ ഫോട്ടോ എവിടുന്നാ എടുത്തേ? ഫോണിലെ ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ കൂട്ടുകാരെടുത്ത് സിനിമയ്ക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോ കാണിച്ചുകൊണ്ട് അവൾ എന്നോടായിട്ട് ചോദിച്ചു. അതൊക്കെ എപ്പോഴും എടുത്തതാ. നീ എനിക്ക് തലയിലൊന്ന് മസാജ് ചെയ്ത് തരുമോ? വാ കിടക്ക്. അവൾ എൻ്റെ തല പിടിച്ച് പൊക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ തല അവളുടെ മടിയിൽ വെച്ചു. അവൾ കാലുകൾ നീട്ടി വെച്ചു. ആ മഞ്ഞുവല്ലതിൽ അതൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, നല്ലൊരു സുഖമായിരുന്നു. വീണ്ടും എൻ്റെ ഒരു സെറ്റായി കേട്ടോ. എന്നൊരു ഫീലൊരു വേറൊരു ഫീലായിരുന്നു. അന്തരീക്ഷം മഴയുടെ ശക്തി കൊണ്ട് ഇരുണ്ട് പകർന്നിരിക്കുന്നു. മഴയുടെ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. നിനക്കെന്താ ഏട്ടനോട് ഇത്ര ഇഷ്ടം? അതെന്താ അങ്ങനെ ചോദിച്ചേട്ടാ? ഏട്ടനെ ഇഷ്ടപ്പെടാൻ പാടില്ലേ? എന്നാലും അതെനിക്കറിയില്ല, നല്ല ഇഷ്ടമാണ്. എൻ്റെ മുടികളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. എത്ര ഇഷ്ടം? ഒരുപാട് ഇഷ്ടം. കുനിഞ്ഞ് വന്ന് എൻ്റെ നെറ്റിമ്മയൊന്ന് തന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു. അയ്യോ, ഇതാണോ? എനിക്കിഷ്ടമായില്ല. പിന്നെ എന്താ ചെയ്യണ്ടേ? എനിക്ക് ഞാൻ പറയുന്നിടത്തൊക്കെ തരുമോ? എൻ്റെ ഏട്ടനല്ലേ, ഞാൻ തരും. എത്ര എണ്ണം തരും? എത്ര വേണേലും തരും. എന്നാ എൻ്റെ കവളത്തും കിട്ടി, എൻ്റെ ഈ കവളത്ത് അവിടെയും കിട്ടി. അവളുടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് താക്കുമ്പോൾ കുറച്ച് അനങ്ങത്തില്ലേ? ഓരോ ഭാഗത്തായിട്ട് ചെറുതായിട്ട് തട്ടുന്നുണ്ടെങ്കിലും അവളുടെ ഭാഗത്തു നിന്നും വലിയ പ്രതികരണമൊന്നുമില്ല. പതിയെ അവൾ എൻ്റെ മൊത്തത്തിൽ ഇതാക്കി, അതായത് ചുംബനങ്ങൾ, അത്രേ ഉള്ളൂ. ഞാൻ നേരെ മുഖം വെച്ചു. മതിയോ എൻ്റെ പുന്നാരേട്ടന് എന്നൊരു ചോദ്യം. മതിയായില്ല, ഇനിയും വേണം, കുറേ വേണം. ഞാൻ അവളുടെ മുമ്പിൽ കൊഞ്ചിപ്പോയി. തരാലോ, എത്ര വേണേലും തരാം. പറ, എവിടൊക്കെ വേണം? മണ്ണിലേക്ക് കുത്തിയിറങ്ങുന്ന മഴയുടെ ശക്തിയിൽ എൻ്റെ മനസ്സുകൾ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ നെഞ്ചത്തൊരു 10 എണ്ണം. വികാരധീനനായി ഞാൻ പറഞ്ഞു. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ ഇരിപ്പിൽ തന്നെ അവൾ തന്നു. ആ സമയം അതൊക്കെ മുഖത്ത് അമർന്നിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതും കൂടി ധരിക്കാതിരുന്നാൽ അതൊക്കെ എൻ്റെ മുഖം ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്ന ഓരോന്ന് വെക്കുമ്പോഴും അതിങ്ങനെ ആ കാഴ്ചയും ആ ഒരു സ്പർശനവും അവൾ കാണിക്കുന്ന നാണവും എന്തൊരു വല്ലാത്തൊരിതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും തലയും മസാജ് ചെയ്തിരുന്നു. ഇനി എൻ്റെ ചുണ്ടത് 10 എണ്ണമെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തൊരല്പം നാണം കണ്ടു. എങ്കിലും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ ചുണ്ടിലേക്ക് എന്നതാക്കി. ആദ്യമൊക്കെ ഒരു മടിയുണ്ടായിരുന്നു, കുറച്ച് മടിച്ചു. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം. അയ്യേ, ഇതെന്താ, ഇതാണോ? തുടച്ചെന്നല്ല, കളിയാക്കല്ലേ ഏട്ടാ. അവൾ കിടന്ന് കിണുങ്ങി. എന്നാൽ ബാക്കി കൂടെ ആയിക്കോട്ടെ. പിന്നെ ഓരോന്നായി. അപ്പോഴും അവളുടെ കൈകൾ തലയിൽ മസാജ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. പുറത്ത് മഴയ്ക്കൊപ്പം ഇടിയും കാറ്റും നല്ലോണം ഉണ്ട്. ദേഹത്താസകലം കുളിര് കൊണ്ട് തരിച്ചു പൊന്നാൻ തുടങ്ങി. ഇനിയും ചോദിച്ചാൽ തരുമോ, അതോ നിനക്ക് മതിയായോ? അവളുടെ മനസ്സറിയാനായിട്ട് ഞാനൊന്ന് ചോദിച്ചു. ഏട്ടൻ പറയുന്ന പോലെ കൂടുതലൊന്നും പറയാതെ എൻ്റെ മുഖത്ത് നോക്കാതെ അവൾ സംസാരിച്ചു. എന്നാ താഴേക്ക്, എന്നാൽ നീങ്ങിയിരിക്കെ, എനിക്ക് എത്തില്ലല്ലോ. അങ്ങനെ വേണ്ട, നേരത്തെ തന്നില്ലേ, അതുപോലെ തന്നെ വേണം. എൻ്റെ വാക്കുകൾക്ക് മറുപടികളൊന്നും അവൾ തന്നില്ല. പക്ഷേ എൻ്റെ നെറ്റിയിലിങ്ങനെ തലോടി കവിളത്തൊരു നുള്ളി എന്നെ വേദനിപ്പിച്ച് എൻ്റെ ഇങ്ങനെ വയറിലേക്ക് സഞ്ചരിച്ചു. അവിടെ അത് പതിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതും ഒരു കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയും എല്ലാം നല്ല രസമായിരുന്നു. ആ കുലുക്കവും വെളുപ്പും വലുപ്പവും ആ മഴയത്തും ഉണ്ടാവുന്നതും എല്ലാം കൂടെ ആയപ്പോൾ
എനിക്ക് പിടിച്ചേക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെന്താ ഒന്ന് വലിയ 20 ഉണ്ടെങ്കിലും വേണം. എണ്ണിക്കാൻ നേരത്തെ ഞാൻ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു. ഒരു നുള്ളിൽ നിന്ന് അവൾ എണ്ണി തുടങ്ങി. ആ സമയമൊക്കെ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നതും സ്പർശിക്കുന്നതും ഒക്കെ വേറൊരു ഫീൽ തന്നെയായിരുന്നു. അല്പനേരത്തിന് ശേഷം ഏതോ ലോകത്ത് നിന്ന് എണ്ണീറ്റ പോലെ അവളുടെ മുന്നിൽ എൻ്റെ ഉരുക്കിത് കണ്ട് ആളാണ് കണ്ണു പൊത്തിപ്പോയി. അത്രയും നേരത്തെ പ്രവർത്തികളിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളെ നോക്കുന്നതും കാണുന്നതും എല്ലാം എനിക്കൊരു മുന്നിൽ കുറേ നക്ഷത്രങ്ങൾ മിന്നുന്നത് പോലെ തോന്നി. എന്താ ദൈവം ചിരിക്കുന്നേ? കണ്ണും പൊത്തി നിൽക്കുന്ന അവളോടായിട്ട് ഞാൻ ചോദിച്ചു. ഇതെന്താ അന്നത്തെ പോലെ വീണ്ടും വാക്കുകൾ മുഴിപ്പിക്കാതെ അവിടേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിച്ചു. നീ വീണ്ടും അത് കണ്ടോ? എന്തിനാ അങ്ങോട്ട് മാത്രം നീ നോക്കുന്നേ? ഞാൻ കണ്ടല്ല. മോൾക്ക് ഇഷ്ടമായോ അത്? അയ്യേ, ഈ ഏട്ടനൊരു നാണവും ഇല്ലല്ലോ. ഇന്നും എന്നെ കണ്ടിട്ടാണോ ഇങ്ങനെ? അതേല്ലോ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മോളത് പറ, മോൾക്ക് ഇഷ്ടമായോ ഇത്? എൻ്റെ ഇതിനെ കാണിച്ചോട്ട് ഞാൻ ചോദിച്ചു. എനിക്ക് നാണാവുന്ന ഏട്ടാ. അവൾ കണ്ണുകൾ പൊത്തി വീണ്ടും തല താഴ്ത്തി. മോൾക്ക് കാണണോ? മഴയുടെ ശക്തിയോടൊപ്പം എൻ്റെ മനഃശക്തിയും വർദ്ധിച്ചിരുന്നു. പോയേട്ടാ, എനിക്ക് നാണാവുക. അവൾ മടിച്ച് വീണ്ടും തല താഴ്ത്തി. മോള് ബാ. അവളുടെ കൈയെടുത്ത് ഞാൻ പറഞ്ഞു. മോൾക്ക് ആഗ്രഹമുണ്ടോ ഏട്ടൻ്റെ ഇത് കാണാൻ? ഞാൻ കാണിച്ചെന്നാ മോള് നോക്കൂ. അവളൊന്നും മിണ്ടുന്നില്ല. കണ്ണുകളടച്ച് ഒരു മൗനം മാത്രമായിരുന്നു അവളുടെ അവസ്ഥ. ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ, നോക്കിക്കോ. അവളുടെ വികാരങ്ങൾ കാണാനായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പതിയെ എൻ്റെ ഇതിങ്ങനെ മാറ്റി. പെട്ടെന്ന് മഴയത്തോടി വരുന്ന അച്ഛൻ ജനലിലൂടെ ഞങ്ങൾ കണ്ടു. ഞാൻ വേഗം അതൊക്കെ ശരിയാക്കി. ഉള്ളിലാണെ ഒരു തീക്കുമാരം കടന്നുപോയി. ദൈവ വേഗം റൂമിലേക്ക് പോയി. എവിടെ കിടക്കുന്നത് കണ്ടാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാഹചര്യം തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ മനസ്സവളെ റൂമിലേക്ക് പോകാൻ നിർബന്ധിപ്പിച്ചു. വീട്ടിലേക്ക് നടന്നു വന്ന അച്ഛൻ കാണുന്നതിന് മുന്നേ ഞാൻ ഉറങ്ങുന്ന പോലെ കിടന്നു. നല്ല ഇതായിട്ട് വന്നതായിരുന്നു. എല്ലാം കുളവായി. തണുപ്പുള്ള മഴയത്ത് ഇതിലും വലിയ സുഖമുണ്ടോ? ദേവു എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അവളോട് അവസാനം അങ്ങനെ ചോദിക്കണ്ടായിരുന്നു. അവൾക്ക് ആഗ്രഹമുണ്ടോ അതോ എൻ്റെ ഇഷ്ടത്തിന് നിന്ന് തരുന്നതാണോ? അവളെ പിടികിട്ടുന്നില്ലല്ലോ. എന്തായാലും അവൾക്ക് കാമുകന്മാരൊന്നുള്ളത് എനിക്ക് സമാധാനമുള്ള കാര്യമാണ്. ഒരു തലേനേയും കെട്ടിപ്പിടിച്ച് സമാധാനത്തോടെ ഞാനങ്ങ് കിടന്നുറങ്ങി. രാവിലെ എണീക്കുമ്പോൾ ആകെ ചെളി നിറഞ്ഞ മുറ്റം കണ്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള മൂടൊക്കെ പോയി. അകത്തുനിന്ന് അമ്മയുടെയും ദേവൂട്ടിയുടെയും ശബ്ദം കേട്ടു. ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ ഓർത്തപ്പോൾ ആകെയൊരു ചമ്മൽ. നേരെ ദേവൂട്ടിയുടെ റൂമിലേക്ക് പോയി. അമ്മ അടുക്കളയിലാണ്. മുറി ചെന്നപ്പോൾ ഭംഗിയായി മുടി കേട്ടുന്ന അവളെയാണ് ഞാൻ കണ്ടത്. അവളുടെ ഇതൊക്കെ ഒന്ന് കണ്ട് ഞാനൊന്ന് അത്ഭുതപ്പെട്ട് നിൽക്കുക. ഇത്രയും സുന്ദരിയായൊരു പെങ്ങളുണ്ടായതിൽ ആദ്യമായിട്ട് ഞാൻ അസൂയപ്പെട്ടു. ഏട്ടൻ എണ്ണീറ്റോ? എന്താ നോക്കി നിൽക്കുന്നേ? എൻ്റെ ഇതിനെ വിളിച്ചു നിർത്തി അവൾ ചോദിച്ചു. ഞാൻ നോക്കിയത് അവൾ കണ്ടിരിക്കുന്നു. ഒന്നുമില്ല, വെറുതെ. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഞാൻ പറഞ്ഞു. എന്തിനാ വെറുതെ നോക്കി നിൽക്കുന്നേ? അവൾ മുടി കെട്ടുന്നതിനിടയിൽ തിരിഞ്ഞു നിന്ന് എന്നോട് ചോദിച്ചു. ആ സമയം അതിൻ്റെയൊക്കെ ഒരു തുടിപ്പ് അതൊന്ന് കാണണമായിരുന്നു. എനിക്കിന്ന് താട്ടെ കൊതിയാവുന്നു. ഏതോ ഒരു ഉന്മാദാവസ്ഥയിൽ ഞാൻ ചോദിച്ചു, എവിടെയാണ് വേണ്ടേ? എൻ്റെ അടുത്തേക്ക് ചീപ്പം പിടിച്ച് വന്നവൾ ചോദിച്ചു. എൻ്റെ ചുണ്ടത്ത് തന്നെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞതും തേ കിടക്കണു. എന്നിട്ട് അതും തന്ന് അവിടെ തിരിഞ്ഞങ്ങ് പോയി. ഓ, രാവിലെ തന്നെ എന്ത് സുഖ. ഇനിയും കൂടുതൽ കളിച്ചു നിന്നാൽ അമ്മ വരും. അതുകൊണ്ട് തന്നെ ഞാൻ റൂമിലേക്ക് പോയി. മഴ പെയ്ത് കഴിഞ്ഞത് കൊണ്ട് അവൾ ബസ്സിൽ പൊക്കോളും. റൂമിലേക്ക് കയറി എനിക്ക് വയറ് വേദനിക്കാൻ തുടങ്ങി. ഇന്നലെയോ ശരിക്കും ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ വീണ്ടും ഒരു സെറ്റായിട്ട് നിൽക്കുക. ഇനിയും കളഞ്ഞില്ലേ പ്രശ്നമാവും. പക്ഷെ ഒന്നും കാണാനുള്ളൊരു മൂഡില്ല. എനിക്ക് ആരെങ്കിലും ഒന്ന് താക്കണം തോന്നി. അപ്പോഴാണ് എനിക്ക് ചേച്ചി ഓർമ്മ വന്നേ. ഞാൻ ചേച്ചിക്കൊരു മെസ്സേജ് ചെയ്യാനായി ചാറ്റ് ഓപ്പൺ ചെയ്തതും ചേച്ചി ഒരു ഗുഡ് മോർണിംഗ് എനിക്ക് അയച്ചു. ഓ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഫോൺ എടുത്തുള്ളൂ ചേച്ചിക്കൊരു മെസ്സേജ് ചെയ്യാൻ. വാട്ട് എ ടൈമിങ്. ആഹാ, ഇന്ന് നേരത്തെ എണ്ണീറ്റോ? നേരത്തെയോ? സമയം 8 ചേച്ചി. എൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നേരത്തെ അല്ലേ? ഓ, രാവിലെ തന്നെ എൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ. ചുമ്മാ അതാടാ. അല്ല, എന്നെ സെൽഫിയൊന്നും കണ്ടില്ലല്ലോ. അവളത് ചോദിച്ചപ്പോൾ ഞാൻ വേഗം ഷർട്ട് അയച്ചൊരു ബോക്സറൊക്കെ എടുത്തിട്ട്
അത് കാണത്തക്ക രീതിക്കൊരു സെൽഫി എടുത്ത് അയച്ചു. അതിൻ്റെ പാടുകളൊക്കെ അതിലിങ്ങനെ തെളിഞ്ഞ് കാണുകയും ചെയ്യാം. അയ്യേ, എന്ത് കോലാടത്, നീ അല്ലേ എണ്ണീറ്റെന്ന് പറഞ്ഞ്. എണ്ണീറ്റതാ, വീണ്ടും കിടന്നു. എന്നാൽ വേഗം എണ്ണീറ്റ് കുളിച്ച് വൃത്തിയാക്കാൻ നോക്ക്. എവിടെ, ചേച്ചിയുടേത് കണ്ടില്ലല്ലോ. അത് വേണോ? അതെന്താ എൻ്റെ തയ്ച്ചു നട്ടി നീ പറ്റില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഇല്ല, 5 മിനിറ്റ് ഇപ്പം അയച്ചുതരാം. അതെന്തിനാ 5 മിനിറ്റ്? ഇപ്പം തന്നെ വേണം. എടാ, ഞാൻ രാത്രി കിടന്ന വേഷത്തിലുള്ള അതിട്ട് എങ്ങനെയാ അയച്ചു തരിക? അതിനെന്താ, ഞാൻ എൻ്റെ അയച്ചെന്നല്ലേ, അതുപോലെ ചേച്ചിയും എന്നും ഇതുപോലെ അയക്കണം. പറ്റുമോ ഇല്ലയോ? അത് ഓക്കെ അയക്കാം, പക്ഷേ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ഒന്നും ചെയ്യില്ല. എടാ, ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ, മനസ്സിലാക്കുക, അതുകൊണ്ടാ. ആര് കാണാൻ? ആരും കാണില്ല. എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ കാണും. പോടാ, ഞാൻ അയക്കാം. നിമിഷ നേരങ്ങൾക്ക് ശേഷം ആ ഫോട്ടോ അവൾ സെൻഡ് ചെയ്തു. എൻ്റെ സകലമായ ഞരമ്പുകളും എണ്ണീറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു. ഒരു ഫോട്ടോ, അത്രയേ ഉള്ളൂ. എനിക്കാണെങ്കിൽ അതിന് കണ്ണെടുക്കാൻ സാധിച്ചില്ല. സൂപ്പർ, ഇനി എന്നും ഇതുപോലുള്ള ഫോട്ടോ മതി. അതിങ്ങനെ ആക്കിക്കൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു. അയ്യടെ മോനെ, നീ ഇപ്പം അങ്ങനെ സുഖിക്കണ്ട. എനിക്ക് ചേച്ചിയോടല്ലേ ഞാൻ ചോദിച്ചേ, വേറെ ആരോടല്ലല്ലോ. പിന്നെ ഞാനും അയച്ചെന്നില്ലേ, ഇനി വേണമെങ്കിൽ ഞാൻ അയക്കാം. നീ അയക്കുന്ന പോലെയാണോടോ പൊട്ട എൻ്റെ ഫോട്ടോ അയക്കുന്നത്? എന്നാലും എനിക്ക് വേണം. എന്നാൽ നിൻ്റേതും അയക്കണം. അതിനെന്താ? പക്ഷേ ഒരു കാര്യം, ഫോട്ടോ അയക്കണമെന്ന് കരുതി കള്ളത്തരം കാണിക്കരുത്. കള്ളത്തരമൊന്നും കാണിക്കില്ല പോരെ. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എനിക്ക് ഇന്നലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചിട്ട് മറക്കണ്ട. അത് ഞാൻ ഓക്കെ പറഞ്ഞതല്ലേ. വരുമ്പോൾ 12 മണി കഴിഞ്ഞ് വന്നാൽ മതി. ഇന്നലെ മഴ പെയ്തത് കൊണ്ട് രാത്രി മുഴുവൻ തോട്ടത്തിലായിരുന്നു. ഇന്നിനി 12 മണിക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. ആയിക്കോട്ടെ, പക്ഷേ ആ ഡ്രസ്സിട്ട് തന്നെ കാണിക്കണം. കാണിച്ചതൊന്നും പറഞ്ഞില്ലേടാ ചെക്ക, പിന്നെ നിന്നെ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ. അല്ല, ഇനി അവിടെ വരുമ്പോൾ വാക്ക് മാറരുതല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. വാക്ക് മാറാൻ നീയല്ല ഞാൻ, കേട്ടോ. ആയാൽ നല്ലത്. എന്നാ ശരി, നീ കുറച്ച് കഴിഞ്ഞ് വാ, ഞാൻ പണിയൊക്കെ എടുക്കട്ടെ. അങ്ങനെ ചാറ്റിങ് നിർത്തി ചേച്ചിയുടെ ഫോട്ടോയും നോക്കി കിണ്ണം കഴിച്ചൊരു പരിപാടിയൊക്കെ നടത്തി. വിസ്ഫോടനം നടത്തിയ ശേഷം ചേച്ചി ആലോചിച്ചിട്ട് അങ്ങോട്ടും കിടന്നു. എങ്ങനെയെങ്കിലും ചേച്ചി ഒന്ന് പാട്ടിലാക്കി ഇതാക്കണം. ഇനി എനിക്ക് പിടിച്ചേക്കാൻ കഴിയില്ല. ഇന്ന് പോകുമ്പോൾ ചേച്ചിയുടെ കുറേ കൂടി നടക്കണം, ചെറുതായിട്ടൊന്ന് തട്ടണം മുട്ടണം. ഏതോ വാർമുകിലിൻ കിനാവിൽ. മനസ്സിൽ ഓരോന്ന് വിചാരിച്ച് കിടക്കവേ പെട്ടെന്ന് ഫോൺ അടിച്ചു. റിംഗ് ടൂണായിരുന്നു കേട്ടോ. പാടിയത് കളവായെങ്കിൽ ചോറി. അങ്ങനെ ഫോൺ എടുത്ത് നോക്കി ഞാൻ ചെറുതായിട്ടൊന്ന് പായെന്ന് വിറച്ചു. സന്തോഷ് നെയ്ബർ കോളിംഗ്. ഈശ്വര, ഇയാളെന്തിനാ ഈ നേരത്ത് വിളിക്കണേ? ഇനി ചേച്ചിയായിട്ടുള്ള ചാറ്റ് കണ്ടിട്ടാവോ? ദൈവമേ, ഒരെത്തും വിളിയും കിട്ടുന്നില്ലല്ലോ. മഴ പെയ്ത് തോർന്നിട്ടും തണുപ്പ് വിട്ടുപോകാത്ത അന്തരീക്ഷത്തിൽ ഞാൻ കിടന്നൊന്ന് വിയർത്തു. ശരീരത്തിൽ ആക്കൊരു ചൂടും വിരയിലും. ആലോചിച്ച് കോള് കട്ടായി. വീണ്ടും വിളിക്കുന്നുണ്ടെന്ന് നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇല്ല, വിളിക്കുന്നില്ല. ആദ്യത്തെ ഞെട്ടൽ മാറിയപ്പോൾ പതിയെ ഫോണെടുത്ത് സന്തോഷത്തിനെ വിളിച്ചു. പുള്ളി പെട്ടെന്ന് തന്നെ ഫോണെടുത്തു. നീ തിരക്കിലായിരുന്നോ? ഞാൻ ബാത്റൂമിലായിരുന്നു ഏട്ടാ. മനസ്സിൽ പേടി മറച്ചു വെച്ച് ഞാൻ പറഞ്ഞു, നിനക്ക് നാളെ പണിയൊന്നുമില്ലെങ്കിൽ എൻ്റെ കൂടെ പോര്, നല്ല കൂലി തരാം. അത് കേട്ടപ്പോൾ തീയിലേക്ക് ഐസ് വെള്ളം അയച്ചൊരു ഫീലായിരുന്നു. സമാധാനത്തോടെ ഒരു ദീർഘശ്വാസം ഞാൻ എടുത്തു. ആയിക്കോട്ടെ, രാവിലെ അങ്ങ് എത്തിയാൽ പോരെ? അതെ, ഒരു കാര്യം ചെയ്യ്, രാവിലെ 7 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വാ. ഓക്കെ, ശരി ഏട്ടാ. പറയാൻ പറ്റാത്ത അത്രയും സമാധാനത്തോടു കൂടി ഞാൻ ഫോൺ കട്ട് ചെയ്തു. വെറുതെ ഇരുന്ന് കുത്തി മറിഞ്ഞു. പിന്നെ വെറുതെ കിടന്ന് കുറേ ശ്വാസം സ്പീഡിലെടുത്തു. അപ്പോഴാ രാവിലെ ചേച്ചിയുടെ അടുത്തേക്ക് പോകാനിരുന്ന കാര്യം ഓർമ്മ വന്നേ. പുല്ല് അത് മുടങ്ങിയല്ലോ. പേടി മാറിയപ്പോൾ ആ സന്തോഷത്തിൽ എല്ലാം മറന്ന് പുള്ളിക്കാരൻ്റെ കൂടെ ചെല്ലാമെന്ന് നിൽക്കുകയും ചെയ്തു. എന്തായാലും ചെന്ന് നോക്കാം. ഇനി ചേച്ചിക്ക് മെസ്സേജ് ചെയ്താൽ ശരിയാവില്ല, രാവിലെ ചെയ്യാം. ഒരുപാട് പ്രതീക്ഷകളോട് ഉറങ്ങേണ്ട രാത്രി
അല്പം വിഷമത്തോടെ ഉറങ്ങേണ്ട രാത്രിയാക്കി മാറ്റുന്നതിൽ സന്തോഷിച്ചിട്ട് നന്ദി നേർന്ന് ഞാൻ ഉറക്കത്തിലേക്ക് കടന്നു. വൃത്തികെട്ട സ്വപ്നവും കണ്ടുപിടിച്ച് വിറയ്ക്കുന്നതിനിടയിലാണ് അമ്മയുടെ വിളി. സന്തോഷേട്ടൻ വിളിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ സമയം 7 മണിയാവുന്നു. ഞാൻ വേഗം എണ്ണീറ്റ് ഡ്രസ്സൊക്കെ മാറി ചായ കുടിച്ചു. ദേവൂട്ടിയെ കണ്ടില്ലല്ലോ, ചിലപ്പോൾ റൂമിലുണ്ടാവും, പഠിക്കാവും, അല്ലെങ്കിൽ അവളൊരു പുസ്തകപ്പുഴുവാണല്ലോ. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം ചെന്നത് അവളുടെ റൂമിലേക്കായിരുന്നു. വിചാരിച്ചതുപോലെ പുസ്തകത്തിലാണ് മനസ്സ് മുഴുവൻ. രാവിലത്തേത് ഞാൻ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിലൊന്ന് തട്ടി വിളിച്ചു. അവളൊന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കി. എന്നെ കണ്ട സമാധാനത്തോടെ വീണ്ടും കണ്ട പുസ്തകത്തിലേക്ക് പോയി. അപ്പോഴാണ് ഞാൻ അവളുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചത്. നല്ല വൃത്തിയുള്ള എല്ലാം മറിച്ചിട്ടുള്ളൊരു ചുരിദാറും പാൻറ്റും. അത്ര അടുത്ത് നിന്നിട്ട് പോലും അതൊന്നും കാണാൻ സാധിച്ചില്ല. ഇന്ന് നല്ല ഡ്രസ്സിലാണല്ലോ എൻ്റെ മോള്, എന്തു പറ്റി? അവളുടെ തോളിലൊന്ന് ഇതാക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. നല്ലതിട്ടില്ലെങ്കിൽ ഏട്ടനല്ലേ പ്രശ്നം, വെറുതെ അവിടെയും ഇവിടെയും പണിയുണ്ടാക്കണ്ടല്ലോ. അത് ചിരിച്ചുകൊണ്ട് എൻ്റെ ഇതിലേക്കൊന്ന് കണ്ണുകൾ വായിച്ചിട്ട് അവൾ എന്നെ ആക്കി തന്നെ പറഞ്ഞു. ഇവള് വരെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. പൊടി കാന്താരി, ഏട്ടനൊന്നും തന്നെ പോട്ടെ, പണിയുണ്ട്. അവൾ തിരിഞ്ഞു നിന്ന് എൻ്റെ അന്ന് തന്നു. ഇത് പറ്റില്ല, ഇന്നലെയും പറ്റിച്ചു, ഇത് ചൂണ്ട തന്നെ ഇതാക്കണം, ഇല്ലെങ്കിൽ ഞാൻ വീണങ്ങും. അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും എൻ്റെ ഒന്നതാക്കി തന്നു. ഞാനൊന്ന് കൊടുത്തു. അവിടെ നിന്നും പുറത്തിറങ്ങി. അപ്പോഴേക്കും എൻ്റെ 11 സെറ്റായി. ദേവൂട്ടിയെ എപ്പോൾ കണ്ടാലും ഇതാണ് ഇവൻ്റെ അവസ്ഥ. എന്നെ പറഞ്ഞിട്ടൊന്നും കുറ്റമല്ല കേട്ടോ, അവൾ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പ് ഇട്ട് പോകാൻ നേരം പുറകിൽ നിന്നും അച്ഛൻ്റെ ഒരു വിളി. സാധാരണ ഞാൻ നേരത്തെ എണ്ണിക്കാത്തത് കൊണ്ട് രാവിലെ പുള്ളിയെ കാണാറില്ല. ദേവാ, ഈ ശനിയാഴ്ച കുഞ്ഞേട്ടത്തിയുടെ മോളിലെ കല്യാണം, എനിക്ക് പോരാൻ പറ്റത്തില്ല, നീ വേണം ഇവരെ കൊണ്ടുപോകാൻ. ഒരു അപേക്ഷ കണക്കെ അച്ഛനത് പറഞ്ഞപ്പോൾ മറുപടി കേൾക്കാൻ എന്നോളം അമ്മയും ഉമ്മർത്ത് വന്ന് നിന്നു. കുഞ്ഞേടത്തി അച്ഛൻ്റെ മൂത്ത ജ്യേഷ്ഠത്തിയാണ്. അവരുടെ മോളുടെ കല്യാണം. ഞങ്ങൾക്ക് ഒരേ പ്രായമാണെങ്കിലും പറഞ്ഞു വരുമ്പോൾ അവൾക്ക് ഞാൻ അമ്മാവനാണ്. ആളിത്തിരി കരുത്തിട്ട. ഒരു കല്യാണം മുടങ്ങാൻ ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് തന്നെ മതിയല്ലോ. എങ്ങനെയോ ഉണ്ടാക്കിയെടുത്തൊരു കല്യാണമായിരുന്നു. എൻ്റെ സമ്മതം കിട്ടിയതോടെ ആശ്വാസത്തോടെ അച്ഛനകത്തേക്ക് പോയി. ഞാൻ സന്തോഷത്തിലിട്ടെൻ്റെ അടുത്തേക്ക് നടന്നു. നല്ല മഴക്കാറുണ്ട്. ഇപ്പം പൊട്ടുന്ന നിലപ്പില്ല മഴക്കാറുകൾ. ഇന്നലെ പെയ്ത മഴയുടെ ചെളി മുഴുവൻ അതേപടി ദേഹത്തേക്ക് തെറിക്കുന്നുണ്ട്. നടക്കുന്ന വഴിയിലൊക്കെ ചെറിയ കൂനുകൾ പൊട്ടി മുളച്ചിട്ടുണ്ട്. വീശിയടിക്കുന്ന കാറ്റിൽ പാറിപ്പറിക്കാൻ കൊതിക്കുന്ന നിലത്ത് വീണ് കിടക്കുന്ന നനഞ്ഞ ഇലകൾ, അതിലെ കുഞ്ഞു വെള്ളക്കെട്ടിൽ നീരാടുന്ന പുഴകൾ. വീടെത്തിയതും സന്തോഷേട്ടനൊരു ചിരിയായിരുന്നു. ആയുധങ്ങളൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ചുറ്റും നോക്കി. ചേച്ചിയെ കാണാനില്ല. നീ കഴിച്ചിരുന്നോ? പോർച്ചിൽ വെച്ചിരുന്ന വെള്ളത്തിൻ്റെ ചാക്കുകളിൽ നിന്നും മിക്സ് ചെയ്യുന്നതിനിടെ പുള്ളി എന്നോട് ചോദിച്ചു. കഴിച്ചേട്ടാ. അത് ഞാൻ മറുപടി ഒതുക്കി. ആ സമയത്താ ചേച്ചി അകത്തു നിന്നും കുട്ടിയും കൊണ്ട് വരുന്നത്. എന്നെ കണ്ടതൊന്ന് ചിരിച്ചു. പിന്നെ പുള്ളി കാണാതെ ഒന്നാക്കി ചിരിച്ചു. ഞാൻ മുഖത്ത് നിരാശ കാണിച്ചു. പക്ഷേ പ്രയോജനമില്ലല്ലോ. അപ്പോഴാ ചേച്ചിയുടെ വസ്ത്രം ഞാൻ ശ്രദ്ധിച്ചത്. നല്ല വസ്ത്രമാണല്ലോ, മോൾക്കും പുതിയ വസ്ത്രം. എങ്ങോട്ടാ ചേച്ചി രാവിലെ തന്നെ? അവരുടെ വസ്ത്രത്തിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു. അവരും വരുന്നുണ്ട്, കുറച്ചായി അവരും വന്നിട്ട്. ഇന്നവിടെ വല്ലതും ഉണ്ടാക്കി കഴിക്കാം അല്ലേടി? മോളുടെ കവിളി നുള്ളിക്കൊണ്ട് പുള്ളി പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നിന്നിരുന്നെങ്കിലും ചിലപ്പോൾ ചേച്ചി പുള്ളിയുടെ കൂടെ പോകുമായിരിക്കും. ഇപ്പോഴാ മനസ്സിൽ നിന്നൊരു നഷ്ടബോധം മാറിയത്. പുള്ളി കാണാതെ ചേച്ചി നോക്കി പല്ലളിച്ച് ഞാൻ കാണിച്ചു. എന്നിട്ട് മോളെ കയ്യിലെടുക്കുന്നതിനിടയിൽ ആ കൈത്തണ്ടയിൽ ഒന്നുള്ളുകയും ചെയ്തു. വേദന കൊണ്ട് എന്നെ തിരിച്ചു തുള്ളാൻ വന്നപ്പോഴേക്കും സന്തോഷേട്ടൻ മുന്നിലൂടെ നടന്ന് ജീപ്പിനടുത്തേക്ക് പോയി. എന്നെ കാണിച്ചു തരാമെന്ന് തലയാട്ടി പറഞ്ഞുകൊണ്ട് അവർ ജീപ്പിനകത്തേക്ക് കയറിയിരുന്നു. മുന്നിലിരിക്കാൻ പറഞ്ഞെങ്കിലും ഒരു നന്മമരം പോലെ ഞാൻ പുറകിലേക്കിരുന്നു. ചേച്ചി അപ്പോഴും ഉള്ളി ചിരിക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങൾ ഇറങ്ങിയത് മഴ ചേറാൻ തുടങ്ങി. റോഡും കടന്ന് കാടും കടന്ന് മലയിലൂടെ കുന്നു കയറി ഞങ്ങൾ തോട്ടത്തിലെത്തി. ചാറ്റൽ മഴയിൽ ഞങ്ങൾ ഇറങ്ങി ആ ഭംഗിയുള്ള കുഞ്ഞു ഷെഡിലേക്ക് ഓടിക്കയറി. എന്തായത്, എന്നെ ഇങ്ങോട്ട് വരുന്നതല്ലേ, ഒന്ന് വൃത്തിയാക്കി കൂടിട്ടോടെ? ചുറ്റുമൊന്ന് കണ്ണോടിച്ച് ചേച്ചി ചോദിച്ചു. ഇതാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ, ഇപ്പം മനസ്സിലായോ? ഇനി അങ്ങോട്ട് തുടങ്ങും ഓരോന്ന്. പുള്ളി ഒരല്പം ദേഷ്യത്തോടു കൂടി പറഞ്ഞു. ദേവാ, നീ സാധനങ്ങൾ ഇറക്കി വെക്ക്, പിന്നെ വള ഇപ്പം തൊടണ്ട, മഴ മാറിയിട്ട് ഇറക്കാം. ഞാൻ ആ മൂലയിലെ തൈ ഒന്ന് നോക്കട്ടെ. അതും പറഞ്ഞ് പുള്ളി തലയിൽ തൊപ്പിക്കുടിയും വെച്ച് ദൂരേക്ക് നടന്ന് നെടുങ്ങി. ഇന്ന് രാവിലെ മെസ്സേജൊന്നും കണ്ടില്ലല്ലോ. ജീപ്പിലേക്ക് നടക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു. ഇന്ന് ഇങ്ങോട്ട് പോരാനുള്ള തിരക്കിലായിരുന്നു മോനെ. അല്ല, എന്താ ഇപ്പോൾ പുതിയ ചെത്ത് ഡ്രസ്സിലൊക്കെ? ആ സോറി മോനെ, നിന്നോട് പറഞ്ഞില്ലല്ലേ, ഇന്നെൻ്റെ ബർത്ത്ഡേയാ. മുത്ത് വീഴുന്ന ചിരി ചിരിച്ച് അവൾ പറഞ്ഞു. എൻ്റെ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ മൈ ഫ്രണ്ട്. ആ കൈകളിക്ക് ഞാൻ പറഞ്ഞു. താങ്ക് യു. അല്ല, ഇത് എത്രാമത്തെയാ? കൈ വിട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു. 24. 24-ലും 18-ൻ്റെയും മെയ്യേഴ് കാണട്ടോ. അവളെ കളിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. മതി, നീയേ ആ സാധനങ്ങൾ ഇറക്കിയാൽ മതി, എന്നെ ഇറക്കണ്ട. മറ്റേ ഡ്രസ്സ് അലക്കിയിട്ടോ? ഏത് ഡ്രസ്സ്? എനിക്ക് കാണിച്ചു തരാനുള്ള സ്പെഷ്യൽ ഡ്രസ്സ്. അതെന്തിനാ അലക്കുന്നേ? ഉപയോഗിച്ചിട്ടേ ഇല്ലല്ലോ. എന്നാലേ ഞാൻ നാളെ എന്തായാലും വരും, അപ്പോൾ കാണിച്ചു തന്നോണം. നോക്കാം. അവൾ തലകുലുക്കി മുകളിലേക്ക് നോക്കി പറഞ്ഞു. എന്ത് നോക്കാന്ന്? വാക്ക് പറഞ്ഞതാ, ഇല്ലെങ്കിലുണ്ടല്ലോ. ഇല്ലെങ്കിലെന്താ, നല്ല നുള്ളു വെച്ച് തരും. ആഹാ, അത് പറഞ്ഞപ്പോഴാണ് നിനക്ക് രാവിലെ ഒന്ന് തിരിച്ചു തരാനുണ്ടല്ലോ. അതും പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ മാറി നിന്നു. അവൾ വീണ്ടും വന്നു. ഞാൻ ഓടി. അവളും ഓടി വന്നെന്നെ പിടിച്ച് എൻ്റെ കയ്യിൽ നുള്ളി. വേദനയെടുത്ത് ഞാൻ അവിടെ നിന്ന് തിരുമ്മി. ഞാൻ ഇത്രയും വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ ഇനിയും നുള്ളും. അതും പറഞ്ഞ് അവളെ നുള്ളാൻ ചെന്നതും അവൾ ഒറ്റ ഓട്ടം. പുറത്ത് മഴയത്തൂടെ ഓടിയപ്പോൾ ആ തുളുമ്പുന്നതൊക്കെ കണ്ട് എൻ്റേതൊന്ന് ഇതാക്കിപ്പോയി. എൻ്റെ മനസ്സാണ് വല്ലാതെ വെമ്പുന്നുണ്ട്. ഇവിടെ നിന്നൊക്കെ ഇപ്പം കിട്ടിയ സൂപ്പറായനെ. അപ്പോഴാണ് ദൂരെ നിന്ന് സന്തോഷേട്ടൻ വരുന്നത് കണ്ടത്. പുള്ളിയെ കണ്ടതും ചേച്ചി മോളെ എടുത്ത് കയ്യിൽ വെച്ചു. ഞാൻ അപ്പോഴേക്കും സാധനങ്ങളൊക്കെ ഇറക്കി. നീ മഴ കണ്ടോ? ആകെ നനഞ്ഞിരിക്കുന്നു. ചേച്ചി നോക്കി പുള്ളി ചോദിച്ചു. ഞാനവനൊന്ന് സഹായിച്ചതാ. എന്നിട്ട് എന്നെ നോക്കി നൈസായിട്ടൊന്ന് ചിരിച്ചു. മഴ നല്ലോണം പെയ്യാൻ തുടങ്ങി. ലക്ഷണം കണ്ടിട്ട് ഇനിയും പെയ്യും. അന്തരീക്ഷം ഇരുട്ട് കുത്തിയപ്പോൾ ഇനിയും മിന്നലും ഇടയ്ക്ക് മുഴങ്ങിത്തുടങ്ങി. നീ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്, ഞങ്ങൾ പോയിട്ട് വരാം. നീ ആ തലയിൽ തൊപ്പി വെച്ച് ആ കമ്പ് മുഴുവൻ എടുത്തു വാ. എന്നെയും ചേച്ചി നോക്കി നനഞ്ഞ വസ്ത്രവുമായി പുള്ളി പറഞ്ഞു. തൂമ്പയും കുറച്ച് കമ്പും കാരുമായി പുള്ളി നടന്ന് നീങ്ങി. പുറകെ ഞാനും. മഴയുടെ ശക്തി ഓരോ നിമിഷവും വർദ്ധിച്ചു. ആദ്യം തൈകളിലേക്ക് വരുന്ന വെള്ളം താഴെ വരെ വഴിതെറിച്ച് വിട്ടു. ഒടിഞ്ഞു വീണാനായ തൈകൾ പലതും കമ്പ് കെട്ടി നിർത്തുകയും ഉയരമുള്ള ചെടികൾ കമ്പ് കുത്തി വലിച്ചു കെട്ടുകയും ചെയ്തു. മഴയിൽ കുതിർന്ന് പണി തീർന്നപ്പോൾ മഴയെല്ലാം തീർന്നു. വേഗം ഷെഡിലേക്ക് പോയി. അപ്പോഴേക്കും ചേച്ചി നല്ല ചൂടുള്ള കപ്പയും കാന്താര ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തലയൊക്കെ തോർത്തി തറയിലിരുന്ന് വാഴയിൽ വിളമ്പിയ ആവി പാർന്ന കപ്പയും ചമ്മന്തിയും കണ്ടപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറി. ഒരു കഷ്ണം എടുത്ത് ചമ്മന്തി തൊട്ട് പതിയെ വായി വെച്ചപ്പോഴൊരു സുഖം. ഓ, അതും കഴിച്ച് ഇരുണ്ട് നിൽക്കുന്ന തോട്ടത്തിലേക്ക് നോക്കി അടുത്ത മഴയ്ക്ക് ഞാനിങ്ങനെ കാത്തു നിന്നു. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 5 മണിയായി. 5 മണി കഴിഞ്ഞിരുന്നു. പോകാൻ നേരം പൈസ എടുക്കാൻ അകത്തേക്ക് പോകാൻ തിരിഞ്ഞപ്പോൾ രാവിലെ മതിയെന്നും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് നടന്നു. മഴ കൊണ്ട് ഒരു പരുവായിട്ടുണ്ട് ഞാൻ. എങ്ങനെയെങ്കിലും പുതപ്പിനുള്ളിൽ കയറണം, അതാണ് എൻ്റെ ആകെ ലക്ഷ്യം. ചെളി ചവിട്ടി വീട്ടിലെത്തിയതും മഴ മാറിയ അന്തരീക്ഷത്തിൽ മുറ്റത്ത് വീണ പ്ലാവിൻ്റെ ഇലകൾ ഒരു കമ്പ് കൊണ്ട് കുത്തിയെടുക്കുന്ന അമ്മയാണ്. എന്നെ കണ്ടതും തോർത്തെടുക്കാൻ പോകാൻ തുടങ്ങി. ഞാനെടുത്തോളാന്നും പറഞ്ഞ് അമ്മയെ ഞാൻ തടഞ്ഞു. ദൈവം വന്നില്ലേ? തല തോർത്തുന്നതിനിടയിൽ ഞാൻ അമ്മയോട് ചോദിച്ചു. ഇല്ല, വന്നിട്ടില്ല, ഒരു 10 മിനിറ്റ് കഴിഞ്ഞെത്തും എന്നാ പറഞ്ഞ്. തല തോർത്തി ഞാൻ അകത്തേക്ക് നടന്നു. റൂമിലെത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പുതപ്പിനോടിലേക്ക് നീങ്ങി. ഇന്നിനെയും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി മറ്റന്നാൾ കുഞ്ഞിടത്തിയുടെ കല്യാണത്തിന് പോകണം.
ഓ, ഈ തണുപ്പിൽ പുതപ്പിനുള്ളിൽ കിടക്കാനൊരു സുഖ. മഴയും കൂടി വേണമായിരുന്നു. എന്തമ്മ കാലിന് പറ്റിയേ? ദേവുട്ടിയുടെ ശബ്ദം കേട്ട് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ചെളിയാവാതിരിക്കാൻ അമ്മ കാലി കെട്ടി കവറ് കണ്ട് അവൾ അമ്മയെ കളിയാക്കുമായിരുന്നു. അത് കേട്ട് സത്യത്തിൽ എനിക്ക് ചിരിയാ വന്നേ. അതിന് കണക്കിന് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അത് കേട്ട് അകത്തേക്ക് വന്ന് എൻ്റെ പെങ്ങളായ ദേവുട്ടിയേക്കാളും ഞാൻ കണ്ടത് 19 ഒരു പെൺകുട്ടിയെ മാത്രമായിരുന്നു. പറഞ്ഞതുപോലെ ഇവനടി അനശ്വര രാജൻ്റെ ഒരു ഫേസ് ഉണ്ട് അവൾക്ക്. അവളെക്കാളും ശരീര ഭംഗിയൊക്കെ ഉണ്ട്. നടക്കുമ്പോൾ തുള്ളിക്കളിക്കുന്നതും ഒതുങ്ങിയതുമായിട്ടുള്ള എല്ലാം നടി മീനയുടെ ഒരു ശരീര ഭംഗി അവൾക്ക്. മഴക്കാറ് മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിൽ അവളുടെ ഭംഗിയുള്ള പൊട്ടുകുത്തിയ അമുഖം പ്രകാശിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അവളുടെ അടുത്ത് ആര് നിന്നാലും സൗന്ദര്യത്തിൽ അവളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അകത്തേക്ക് കയറി അവൾ പോകുന്ന വഴിക്ക് എന്നെ നോക്കിയാ പോയത്. അവൾ കാണുന്നതിന് മുന്നേ ഞാൻ ഉറങ്ങിയ പോലെ കിടന്നു. റൂമിൽ പോയി ബാഗൊക്കെ വെച്ചിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അവൾ തിരിച്ചെൻ്റെ റൂമിലേക്ക് വസ്ത്രം പോലും മാറാതെ വന്നു. ഉറങ്ങിയ പോലെ കിടക്കുന്ന എൻ്റെ അടുത്ത് വന്നവൾ പുതപ്പിനുള്ളിലേക്ക് കയറി എന്നെ ഇതാക്കി കിടന്നു. അതൊക്കെ ഇങ്ങനെ സ്പർശിച്ചതും എന്നിൽ കുളിച്ച് കോരാൻ തുടങ്ങി. കുറച്ചു നേരം അങ്ങനെ കിടന്ന് ഞാൻ ഉറക്കത്തിൽ എന്ന പോലെ തിരിഞ്ഞു കിടന്ന് അവളെ ഇതാക്കി. അത് മുഴുവൻ എൻ്റെ നെഞ്ചെത്തുന്നതായി. ഒന്ന് താട്ടേനും പറഞ്ഞ് ഉറക്കത്തിലെന്ന പോലെ ഞാൻ സംസാരിച്ചു. അവൾ തന്നു. എന്തൊരു നാറ്റാടി, നിനക്ക് ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നൂടെ? കണ്ണ് തുറക്കാനും ഞാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ ദേഷ്യത്തോടെ നോക്കി. ഞാൻ പോവാ. എന്നെ തള്ളി മാറ്റി അവൾ എണ്ണീറ്റു. അതിനു മുമ്പേ അവളുടെ കൈകൾ പിടിച്ച് വലിച്ച് ഞാനിങ്ങനെ കിടത്തി. ഇപ്രാവശ്യം അവൾ പുറംതിരിഞ്ഞാൽ കിടന്നേ. അതിനാൽ തന്നെ സ്പർശനം എനിക്ക് നഷ്ടമായിപ്പോയി. എനിക്കിത് നല്ല ഇഷ്ടമാണ്. അവളുടെ പുറത്തൊക്കെ ഒന്നതാക്കി ഞാൻ പറഞ്ഞു. അവളൊന്ന് കുറുകി. മഴ മാറിയെങ്കിലും തണുപ്പ് കൂടുതലുള്ള ഈ സമയത്ത് എനിക്കിത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. എന്താ വൃത്തിയേട് കാണിക്കല്ലേ? അവളുടെ തോളോട് ഇതാക്കിയിട്ട് പറഞ്ഞു. നീ അല്ലേ പറഞ്ഞ എന്നെ ഇഷ്ടമാണെന്ന്? എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നത് വേണ്ടാന്ന് പറയരുത്. അതോ ഇങ്ങനെ ചെയ്യണ്ടേ? അതല്ല ഏട്ടാ, അങ്ങനെ ചെയ്യുമ്പോൾ ഇക്കിളിയാവുക. ഇപ്പോഴും മോളെ ഇക്കിളി മാറിയിട്ടില്ലേ? ഇങ്ങനെ എന്തും ചെയ്യുമ്പോൾ മാറിക്കോളൂ കേട്ടോ. നീ വലിയ കുട്ടിയല്ലേ, ഇനിയൊക്കെ മനസ്സിലാക്കണ്ടേ? എന്നാലും ഏട്ടൻ്റെ മുമ്പിൽ ഞാൻ ചെറിയ കുട്ടിയല്ലേ, അങ്ങനെ മതി. ഏട്ടന് ഇഷ്ടമുള്ളത് ചെയ്തോ. മഴയില്ലാത്തതിനാൽ ശബ്ദം പുറത്തേക്ക് കേൾക്കുന്ന ഭയത്തിനാൽ അവൾ പതിയെ സംസാരിച്ചു. എന്നാൽ ഞാനൊരു പ്രാവശ്യം കൂടി അങ്ങനെ ഇതാക്കിക്കോട്ടെ. അതിങ്ങനെ സെറ്റായി അവൾ കാണാത്തതാക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. അവളുടെ സമ്മതം കിട്ടിയതോടെ ഞാൻ വീണ്ടും സാവധാനം ഓരോന്നാക്കി. ആ ഉപ്പിൻ്റെ ചൊവയൊക്കെ ഉണ്ടായിരുന്നു. അവൾക്കാണെങ്കിൽ ഈ കിളി കൊണ്ട് അവൾ തലയിട്ട് ഇളക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെത് അവളുടെ ഇതിലൊന്ന് ആക്കിപ്പോയിന്നല്ല, അവിടെ അത് അഭയം പ്രാപിച്ചു. ഏട്ടാ എന്നൊരു വിളി. ഞാൻ ചോദിച്ചു. ഒന്നുമില്ല. പറഞ്ഞോ, എന്നോടല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ കാല് വരെ കിളിയാൻ വേണ്ടി ഒരു നാടത്തോടു കൂടി അവൾ പറഞ്ഞു. മോക്ക് ഞാൻ സാവധാനം കുറേ പഠിപ്പിച്ചു തരാം. മോക്ക് ഇഷ്ടമാണോ ഇതൊക്കെ? ഏട്ടൻ ചെയ്യുമ്പോൾ മാത്രം ഇഷ്ടം, വേറെ ആരും എന്നെ ഇതാക്കണ്ട. അവൾ കടുപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നാൽ ഞാൻ പിന്നീട് ഓരോന്ന് പറഞ്ഞു തരാം. ഇപ്പം മോള് പോയിക്കോ, അമ്മ വരും. മനസ്സോടെ അവൾ ഞാൻ എണ്ണയിപ്പിച്ചു. പോകുന്നതിന് മുമ്പ് എൻ്റെ ഇതിലൊന്ന് ഇതാക്കിയിട്ട് തന്നെ അവൾ പോയി. റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവളുടെ അതൊക്കെ എൻ്റെ മനസ്സിനെ വല്ലാണ്ട് മോഹിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും വൈകി എന്ന ചിന്ത മാത്രം എന്നെ സങ്കടത്തിലാക്കി. നാളെ രാവിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ ചേച്ചി എന്നോട് നല്ല കൂട്ടാണ്. ഇനിയും ഈ ഫ്രണ്ട്ഷിപ്പ് വലുതാക്കണ്ടേ? മഴക്കാലൊക്കെ മാറി തെളിഞ്ഞ ആകാശം. ഇളം വെയിൽ ജനാലയിലൂടെ വന്ന് തട്ടി വിളിച്ചപ്പോൾ എഴുന്നേക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കൈകൊണ്ട് കണ്ണുകളിലേക്ക് വന്നടിച്ച പ്രകാശത്തെ തടഞ്ഞു നിർത്തി ആ കണ്ണ് തുറന്ന് നോക്കി. സമയം 10 ശരീരം ആകെ വേദന പോലെ. ഇന്നലത്തെ പണിയുടെ ക്ഷീണം വല്ലാണ്ടുണ്ട്. പുതപ്പ് മാറ്റി ഫോണെടുത്ത് നോക്കി. ചേച്ചിയുടെ എണ്ണിക്കാൻ പറഞ്ഞുള്ള മെസ്സേജ് ഉണ്ട്. 8 മണിക്ക് അയച്ചതാ. ഞാൻ ചിരിച്ചതിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് കിട്ടും.
പിന്നെ കുറച്ച് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞു. എന്നിട്ട് ആദ്യം പോയത് ദേവൂട്ടിയുടെ റൂമിലേക്ക്. ഓ, സമയം 10 കഴിഞ്ഞല്ലോ. അവൾ പോയി കാണും. പക്ഷെ അവളെ കണ്ടെന്ന് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. അങ്ങനെ അതുപോലെ വീണ്ടും റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. ഭക്ഷണമൊക്കെ കഴിച്ച് ചേച്ചിയുടെ മറുപടിയൊക്കെ ഞാനിങ്ങനെ കാത്തു നിൽക്കുമായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മറുപടി വന്നു. ഇപ്പോൾ എണ്ണിക്കുന്നേയുള്ളൂ, ഇത് ശരിയാവില്ല. ഇന്നലത്തെ പണിയുടെയാണെന്ന് തോന്നുന്നു. നല്ല വേദന. അത് പണിക്കൂലി കൈ കിട്ടുമ്പോൾ മാറിക്കോളും. അത് വാങ്ങാൻ ഞാൻ വരുന്നുണ്ട്. ഇപ്പം വന്നാലോ? 1/2 മണിക്കൂർ കഴിഞ്ഞ് വാ. മോൾ ഇറങ്ങിക്കോട്ടെ. ഇന്നെന്താ അവിടെ ഫുഡ്? ഇത് ഉണ്ടാക്കുന്നതേ ഉള്ളൂടാ. എനിക്ക് ചേച്ചിയുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയത് കഴിക്കണം. നല്ല ടേസ്റ്റായിരിക്കും. പോടാ. കാര്യം ഞാൻ വന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ. എനിക്കാണേ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് ആലോചിച്ചിട്ട് ആക്കി കുളിര് കോരി നിൽക്കുക. റൂമിൽ ചെന്ന് നല്ല ടൈറ്റുള്ളതൊക്കെ നോക്കിയിട്ട് ഇനിയെങ്ങാനും ഒന്ന് പൊന്തിക്കഴിഞ്ഞാൽ ആള് കാണണ്ടല്ലോ. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം അമ്മയോട് പറഞ്ഞ് ഞാൻ മെല്ലെ ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഇന്നലെ ഞാൻ ചവിട്ടി ചെളിയാണെന്ന് തോന്നുന്നു. ഇന്നലെ ആ ചെളി വഴുത്തി വീഴ്ത്തി പണ്ടാരം കയ്യിലും കാൽമുട്ടിലൊക്കെ ചെളിയായി. മുണ്ട് കയറ്റിയെടുത്ത് കൊണ്ട് അതിലായില്ല. ഏതായാലും ഇത്ര ദൂരം വന്ന് ഇനി മുന്നോട്ട് തന്നെ. മുറ്റത്ത് കഥകൾ പറഞ്ഞ് ആരെയും മോളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുകയായിരുന്നു ചേച്ചി. എൻ്റെ ചെളി നിറഞ്ഞ വരവ് കണ്ട് ഒന്ന് അമ്പരന്നു. എന്തു പറ്റിയടാ? ഒന്ന് വീണു. ലേശം ചമ്മലോടെ ഞാൻ പറഞ്ഞു. ശ്രദ്ധിച്ച് നടക്കണ്ടേ മോനെ. അത് കളിയാക്കി ചിരിച്ചതിന് ശേഷം അവൾ ഉപദേശിച്ചു. അല്ല, ഇവൾ ഉറങ്ങിയില്ലേ? മോളെ തലയിൽ തൊട്ട് ഞാൻ ചോദിച്ചു. എന്നാ ഭയങ്കര കുറുമ്പ് വെക്ക്. അതൊക്കെ നമുക്ക് മാറ്റാന്നേ. സന്തോഷേട്ടൻ പോയോ? രാവിലെ പോയി. നീ ഏതായാലും വന്നില്ലേ? ഇന്ന് പണി എന്തെങ്കിലും ഉണ്ടോ? ഇല്ലേച്ചി, ഇന്ന് ഫുള്ള് ഫ്രീയാ. ഒരാവേശത്തിൽ ഞാൻ പറഞ്ഞു. എന്നാ മോളെ ഇത് നോക്കിക്കേ, ഞാൻ ചെറിയൊരു പണിയുണ്ട്, അതൊന്ന് തീർക്കട്ടെ. അത് പറഞ്ഞ് മോളെ എടുക്കാൻ നേരം വീണ്ടും ചേച്ചിയുടെ കയ്യിലൊന്ന് നുള്ളി. വേദന എടുത്ത ആള് എന്നെ തിരിച്ചു നുള്ളി. ഇന്നലത്തത് ബാക്കിയുണ്ട്, കൈ ഫ്രീ ആവട്ടെ, ഞാൻ തരാം. അവളെ നോക്കി ഞാൻ പറഞ്ഞു. ഇങ്ങ് വാ തരാൻ. പിന്നെ നീ അകത്തിരിക്കി, ഇപ്പം വരാം. അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. പിന്നഴക്ക് കാട്ടിയുള്ള നടത്തം എൻ്റെ സകല രോമങ്ങളും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ചു. ഞാനങ്ങനെ അകത്തേക്ക് കയറിയിരുന്നു. മോള് എന്നോട് കൂട്ടായത് കൊണ്ട് അവൾ നല്ല കളിയാണ്. കുറച്ച് സമയം കഴിഞ്ഞിട്ടും ചേച്ചിയെ കാണാതായപ്പോൾ ഞാൻ നോക്കാനായി എണ്ണീറ്റതും അവൾ കയ്യിൽ കുറച്ച് പച്ചിലയുമായി വന്നു. ഏതെന്താ ഒരു കാട് മൊത്തം ഉണ്ടല്ലോ. നീ മോളെ താഴെ വെച്ച് ഇങ്ങോട്ട് വാ. ഞാൻ മോളെ താഴെ വെച്ച് അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൾ എൻ്റെ കൈ പിടിച്ച് വീഴ്ചയിൽ പറ്റിയ കുഞ്ഞു മുറിയിൽ ആ ഇലകൾ കൂട്ടിപ്പിരിഞ്ഞ് നീരിട്ടിച്ചു. ഒരു ചെറിയ നീറ്റലുണ്ടായിരുന്നു. ഇതെന്താ മരുന്നാ? ഇത് പണ്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ കാണിക്കാറുള്ളതാ. മുറിക്കൂട്ടി ചെടി നല്ലതാ, ഇനി പെട്ടെന്ന് മാറിക്കോളും. താങ്ക്സ്. പണികളൊക്കെ കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞടാ. ഇനി ഇവളെ ഒന്ന് കുളിപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ ചേച്ചി പോയി അതൊക്കെ തീർത്ത് വാ, ഞാനിവിടെ ഇരിക്കാം. അത് വേണ്ട. നിന്നെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് ഞാൻ എങ്ങനെ പണിയെടുക്കും? അത് വേണ്ട. എന്നാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ എന്താ? ചേച്ചിയുടെ ഇന്നലത്തെ കപ്പയും ചമ്മന്തിയും അതൊരു ടേസ്റ്റായിരുന്നു. എടാ വേണ്ട, അതാരുണ്ടാക്കിയാലും ആ ടേസ്റ്റ് കിട്ടും. മോളെ കയ്യിലെടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. എന്തായാലും കൊള്ളാം. എനിക്കിപ്പോൾ എന്താ തരിക? നിനക്കെന്താ വേണ്ടേ? ചോദിച്ചാൽ തരുമോ? തരും. എന്നാൽ എനിക്ക് ചേച്ചിയെ പോലെ ഒരു പെൺകുട്ടിയെ വേണം. ഡാ മതി. ഞാൻ കാര്യം പറഞ്ഞതാ. എന്ത് കാര്യം? കല്യാണം കഴിക്കണമെങ്കിൽ ചേച്ചിപ്പോൾ ഒരാളെ, അതിലൊരു മാറ്റവുമില്ല. നിനക്ക് ഭ്രാന്ത് വല്ലതുണ്ടോ കുട്ടിയെ? അല്ലേ ചേച്ചിക്ക് അറിയില്ല ചേച്ചിയുടെ ഭംഗി. മതി. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവൾ മോളെ എടുത്ത് അടുക്കള ലക്ഷ്യമാക്കി നടന്നു. എൻ്റെ വാക്കുകൾക്ക് അവൾക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. അത് ആ മുഖത്തെ പ്രകാശത്തിൽ നിന്നും വ്യക്തമാണ്. ടേബിൾ വെച്ച ദോശയും കടലക്കറിയും നിറഞ്ഞ് ഞാനിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് ഞാൻ കഴിക്കുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ചേച്ചി. നിറഞ്ഞ് എൻ്റെ വയറ് ചീത്തയാക്കോ? അല്ലടാ, നിൻ്റെ കഴുപ്പ് കൊണ്ട് നോക്കിയതാ. നീ രാവിലെ കഴിച്ചില്ലേ? കഴിച്ചല്ലോ. എൻ്റെ അങ്ങനെ തോന്നിയോ? കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിച്ചിട്ടേ ഇല്ലാന്ന് തോന്നിപ്പോവും.
ഓ, ഇത്തിരി ഭക്ഷണം തന്നൊന്നും കരുതി ഇങ്ങനെ കൊല്ലണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാടാ. നല്ല ടേസ്റ്റാ, അതാ ഇങ്ങനെ കഴിക്കുന്നത്. ദോശ ആർത്തിയോടെ കഴിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞു. അവസാനത്തെ ദോശയും തിന്ന് ഒരു കട്ടൻ ചായയും കുടിച്ച് ഏമ്പക്കം വിട്ട് കൈയും കഴുകി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്ന് മോളെ വാങ്ങി. ഇനി എൻ്റെ മോള് പോയി ആ ഡ്രസ്സ് ഇട്ടുണ്ട് വാ, ഞാനത് കാണട്ടെ. അത് വേണോടാ, എനിക്കെന്തോ ഒരു മടി പോലെ. ആഹാ, ഇത്രയേ ഉള്ളൂ ചേച്ചിയുടെ വാക്ക്. മര്യാദയ്ക്ക് പോയി ഇട്ടുകൊണ്ട് വന്നേ. അപ്പോൾ ഇടണം അല്ലേ? അതെ. മടിച്ച് അവൾ അകത്തേക്ക് പോയി. ചേച്ചി ആ ഡ്രസ്സിൽ വരുന്നത് ആലോചിച്ചപ്പോൾ തന്നെ എൻ്റെ ഇത് സെറ്റായി. ഞാൻ കണ്ണിമ വെട്ടാതെ കാത്തു നിന്നു. ഓരോ നിമിഷങ്ങളും എന്നിലെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അതിന് വിരാമം എന്നോണം അവൾ വന്നു. ബ്ലാക്ക് കളറിൽ പണിതൊരു ഗൗണ് പോലുള്ളൊരു ഡ്രസ്സ് അതിലൊട്ടി നിൽക്കുന്നതായിട്ടുണ്ട്. തോളിലൂടെ താഴോട്ടതൊക്കെ നല്ല വേണം ആ തുടക്കമൊക്കെ കാണാം. എന്താ പറയുക, നല്ല ഭംഗിയാണ്. ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ആ വസ്ത്രം അവളുടെ ശരീരത്തിന് വെളുപ്പിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു വെണ്ണ പോലെ തിളങ്ങി നിൽക്കുന്നുണ്ട്. എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു 18കാരിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മോളെ താഴത്ത് വെച്ച് ഞാൻ എഴുന്നേറ്റ് നിന്ന് വാ പൊളിച്ച് നോക്കി നിന്ന് പോയി. അവളാണേ അല്പം നാണത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എന്താടാ, മതിയോ? ഇല്ല, മതിയായിട്ടില്ല. ഫോട്ടോയിൽ കണ്ടപ്പോൾ എത്ര പ്രതീക്ഷിച്ചില്ല. അതിനേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരിയാണ് ചേച്ചി ഡ്രസ്സ് നേരിട്ട് കാണാൻ. ആ നിപ്പിൽ തന്നെ വായും പൊളിച്ച് ഞാൻ പറഞ്ഞു, പോടാ, നല്ല ബോറാ നീ എന്ന് പറഞ്ഞ പോലെ. ബോറല്ല ചേച്ചി, ഞാൻ പറഞ്ഞേ ഒരു പെണ്ണിന് വേണ്ടതൊക്കെ ഉണ്ടെന്നാ. അതെല്ലാം ഈ ഡ്രസ്സിൽ എടുത്ത് കാണിക്കുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞേ. അപ്പോൾ നീ പറഞ്ഞില്ലേ പുറത്ത് പോകുമ്പോൾ ഇടണ്ട, എല്ലാവരും ശ്രദ്ധിക്കുന്നു. അതെ, അത് ബോറായോണ്ടല്ല, മറിച്ച് ചേച്ചിയുടെ സൗന്ദര്യത്തെയും ഒക്കെ ഭംഗിയും കണ്ടിട്ടുള്ള നോട്ടാവുന്ന അതിന് മാത്രമൊക്കെ ഉണ്ടോടാ ഞാൻ. വീണ്ടും വീണ്ടും എൻ്റെ വായിൽ നിന്നും അത് കേൾക്കാനുള്ള ത്വര അവൾ കാണിക്കുന്നുണ്ട്. അതേ ചേച്ചി, ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പോലും എന്തൊക്കെ തോന്നുന്നുണ്ട്. ഡാ മോനെ, നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിതിങ്ങനെ ഇട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടാൽ എങ്ങനെ ചിന്തിക്കാതിരിക്കേണ്ട ചേച്ചി. എന്തൊരു ഭംഗിയെന്നറിയോ ചേച്ചിയെ കാണാൻ. അയ്യടാ, നീ കൂടുതൽ നോക്കാൻ നിൽക്കണ്ട, മതി, ഞാൻ അയച്ചു മാറ്റട്ടെ. വേണ്ട പ്ലീസ് ചേച്ചി, ഞാൻ കുറച്ച് നേരം കൂടി കണ്ടോട്ടെ. ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. എന്നാ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിട്ട് കാണിക്കാവോ? അത്രയ്ക്ക് മനസ്സിൽ കയറി പറ്റി, അതുകൊണ്ടാണ്. ഞാനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖം സന്തോഷവും അഭിമാനവും കൊണ്ട് തിളങ്ങുന്നത് ഞാൻ കണ്ടു. അതിനെന്താ, കാണിക്കാമല്ലോ. ഇപ്പം ഞാൻ അയച്ചിട്ടെ. 5 മിനിറ്റ് കൂടി ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ പ്ലീസ്. അത് വേണ്ട, അത് വേണ്ട. നിനക്കറിയില്ലേ അതിൻ്റെ ഭവിഷ്യത്തുകൾ. ആരെങ്കിലും കണ്ടാൽ തീർന്നു. പ്ലീസ് ചേച്ചി, ആരും കാണില്ല, ഞാൻ സേഫാക്കി വെച്ചോളാം. വേണ്ടടാ, എന്തിനാ വെറുതെ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ താ, അല്ലേ വേണ്ട. നിന്നോട് ഇഷ്ടമല്ലെങ്കിൽ ഞാനിതിട്ട് നിൻ്റെ മുന്നിൽ വരുമോ? സന്തോഷത്തിനറിഞ്ഞാൽ കൊല്ലും എന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി മാത്രം എടുക്കാൻ സമ്മതിച്ചൂടെ? നീ സേഫാക്കി വെക്കുന്ന ഉറപ്പാണെങ്കിൽ എടുത്തോ. അവളത് പറഞ്ഞതും സന്തോഷത്തോടെ ഞാൻ ഫോണെടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് കൂടെ ചേർന്ന് നിന്നു. ചേച്ചി, ഞാൻ കൈ ചേർത്ത് പിടിച്ചോട്ടെ? അതിനെന്താ. അവൾ തന്നെ എൻ്റെ വലത് കൈ എടുത്ത് അവളുടെ പുറത്തോടെ കൊണ്ടുപോയി ആ തോളത്ത് വെച്ചു. ഞാൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ക്യാമറ ഓണാക്കി. ആ തോളിൽ കൈ വെച്ചതും ഇങ്ങനെ എന്നിൽ ചേർന്ന് നിന്നതും എൻ്റെ മനസ്സിന് ഒരു മായാലോകം തന്നെ സൃഷ്ടിച്ചു. ശൂന്യമായ മാനസികാവസ്ഥയിലും ഞാൻ എങ്ങനെയോ ഒരു ഫോട്ടോയും എടുത്തു. സത്യം നീ പറഞ്ഞ് നല്ല ഇതാക്കി കാണിക്കുന്നുണ്ട്. ഫോണ് വാങ്ങി സെൽഫി നോക്കി അവൾ പറഞ്ഞു, എനിക്കിതാ ഇഷ്ടം, ഇത് ഞാൻ ആരും കാണാതെ സൂക്ഷിക്കും. മോനെ, ഈ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. അതും പറഞ്ഞ് അവളത് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വേണ്ടാന്നും പറഞ്ഞ് ഞാൻ തടഞ്ഞു. അപ്പോഴേക്കും അവൾ ഫോണും കൊണ്ട് ഹാളിലൂടെ ഓടാൻ തുടങ്ങി. പിന്നാലെ ഞാനും. ഈ മുടിഞ്ഞ ഡ്രസ്സിട്ട് അവൾ ഓടുമ്പോൾ ഒക്കെ ഇങ്ങനെ തുളുമ്പുന്നത് എന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇടയ്ക്ക് കൈ കിട്ടി അവളെ ഓരോന്ന് ഇതാക്കുമ്പോഴും ചെറിയ ചെറിയ സ്പർശന സുഖം. ഞാനത് എടുക്കാനെന്നോണം അവളുടെ പിന്നെ നിന്ന് ഫോണിലേക്ക് കൈ എത്തിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മുട്ടിയിരുമുന്നുണ്ട്. പുറമേ എൻ്റെ മുട്ടുന്നുമുണ്ട്. അതൊക്കെ ഇങ്ങനെ ആവരുമ്പോൾ
ഫോൺ തരാതിരിക്കാനുള്ള ശ്രമത്തിൽ അവൾ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. നീട്ടിപ്പിടിച്ച് അവളുടെ കൈയിനിടയിലൂടെ എൻ്റെ ഇതൊക്കെ ഫോണിലേക്ക് എത്തിച്ചപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുക. ഒരു ഷോക്കേറ്റ പോലെ ഞാനിങ്ങനെ വിറച്ചു പോയി എന്ന് വേണം പറയാൻ. വീണ്ടും ഞാൻ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവൾ ഫോൺ തരാതിരിക്കാൻ കുതറി മാറാൻ ശ്രമിച്ചു. പതിയെ ഞാനത് ആക്കി. എന്നിട്ടവൾ പിടുത്തം തന്നില്ല. അവസരം മുതലാക്കാനെ ഞാൻ പുറകോട്ട് വീണ്ടും ഇതാക്കി. ചെറുതായിട്ടൊന്ന് കഴുത്തുമ്മേ. പെട്ടെന്ന് അവൾ എൻ്റെ അടുത്തു നിന്നും മാറി നിന്നു. തിരിഞ്ഞു നിന്ന് എൻ്റെ കാരണം നോക്കി തിന്നു തന്നു. എന്നിട്ട് പൊട്ടിക്കരഞ്ഞു. പേടിച്ചു പോയ ഞാൻ നിന്നൊരുക്കാൻ തുടങ്ങി. നെഞ്ചിലൊക്കെ ഒരു വേദന പോലെ. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കിയെങ്കിലും മറുപടിയൊന്നും വന്നില്ല. പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് എണീറ്റ് കുട്ടി എടുത്തുകൊണ്ട് റൂമിൽ പോയി കതകടച്ചു. വാതിൽ കൊട്ടിയടച്ചതോടെ ഒരു നിമിഷം പോലും പാഴാകാതെ ഞാൻ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് വാതിൽ കുറ്റിയിട്ട് കട്ടിലിൽ നെഞ്ച് തഴുകി കിടന്നു. ശ്വാസം വളരെ വേഗത്തിലെടുത്തുകൊണ്ടിരുന്നു. അതൊന്നും തപ്പിയാൽ പോലും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു. ആക്കൊരു വിറയൽ. കുറേ സമയം അങ്ങനെ കിടന്നപ്പോൾ ആദ്യത്തെ വിറയലും പേടിയും പതിയെ അങ്ങ് മാറി. അമ്മ വന്ന് വാതിൽ മുട്ടിയപ്പോൾ എഴുന്നേറ്റിരുന്നു. ഈശ്വര, ഇനി ചേച്ചി അമ്മയോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവുമോ? എന്നാലും ചേച്ചിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിലും എനിക്കിത്തിരി ആക്രമണം കൂടിപ്പോയി തന്നെ പറയാം. ചേച്ചി ആരോടും പറയല്ലേ ദൈവമേ. അപ്പോഴേക്കും അമ്മ വീണ്ടും വാതിക്കം പൊട്ടി. ഞാൻ വേഗം ചെന്ന് തുറന്നു. എന്താ പറ്റി? ആക്കെ വിയർത്തിട്ടുണ്ടല്ലോ. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അമ്മ ചോദിച്ചേ. അറിയില്ലാമേ, പനിയുണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ മഴ കൊണ്ടല്ലേ, അതിൻ്റെ ആവും. അമ്മ വേഗം അടുക്കളയിലേക്ക് പോയി അല്പം ചുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് തന്നു. ഭാഗ്യം ചേച്ചി അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. സത്യത്തിൽ എനിക്ക് നല്ല പനിയുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, അതായത് മഴ നനഞ്ഞോണ്ടല്ല, പേടി കൊണ്ട് വന്നു പോയതാ. അമ്മ പോയപ്പോൾ ഫോൺ എടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തു. ചേച്ചിയായുള്ള ചാറ്റിംഗ് ഒക്കെ ക്ലിയർ ചെയ്തു. ചേച്ചിയുടെ വാട്സപ്പ് കാണുന്നതേ പേടിയായപ്പോൾ. ഇനി അങ്ങനെ ഒരു അധ്യായം ഉണ്ടാവില്ല. ആ ചാപ്റ്റർ ക്ലോസ്. ഞാൻ ഉറപ്പിച്ചു. ഇനി അങ്ങോട്ട് പോകാനും പറ്റില്ല. എല്ലാം നശിപ്പിച്ചു. പനിയും പേടിയും കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം പോലും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരേ കിടപ്പ്. വൈകുന്നേരം ദേവൂട്ടി വന്നപ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. അവൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നതും സംസാരിച്ചതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. വൈകുന്നേരം അച്ഛൻ കയറി വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു. നിനക്ക് നാളെ കല്യാണത്തിന് പോകാൻ കഴിയില്ലെങ്കിൽ പോകണ്ട, ഇവർ പൊക്കോളും. ഞെട്ടി കൈ വെച്ച് നോക്കി അച്ഛൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. ഈ സമയത്ത് ഇവിടുന്ന് കുറച്ച് സമയം മാറി നിൽക്കാൻ പറ്റുമല്ലോ. കല്യാണത്തിന് പോകുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പൊക്കാള അച്ഛ, കുഴപ്പമൊന്നുമില്ല. നിനക്ക് കഴിയുമോ? അതിന് കഴിയും. എൻ്റെ വാക്കുകൾ അച്ഛന് സന്തോഷം നൽകി. പനിച്ചു വിറയ്ക്കുന്നതിൻ്റെ മുഖം കണ്ട് സങ്കടത്തോടെ നോക്കി നിൽക്കുന്ന ദേവൂട്ടിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അല്ലെങ്കിലും എനിക്ക് ചെറിയൊരു ജലദോഷം വരുന്നത് പോലും അവൾക്ക് സഹിക്കില്ല. പിന്നെ രാവിലെ വരെ അവളായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. അവളുടെ സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞ് ഞാൻ ചേച്ചിയുമായുള്ള പ്രശ്നം മറക്കാൻ സാധിച്ചു. രാവിലെ എണ്ണീറ്റ് പോകാനായുള്ള ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ. താഴത്തേക്കിറങ്ങി ബസ് കയറി വേണം പോകാൻ. ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. ഇന്ന് രാത്രി കല്യാണം. മിക്കവാറും അവിടെ നിന്ന് നിൽക്കേണ്ടി വരും. താമസിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിലാക്കി ഞങ്ങൾ ഇറങ്ങി. പുലർച്ചെ മരങ്ങൾക്കിടയിലൂടെ കോടമഞ്ഞിറങ്ങുന്ന വീതിയിലൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു. തണുപ്പത്ത് ബീഡിയും വലിച്ചു നിൽക്കുന്ന ആളുകൾ ദേവൂട്ടിയെ കൊതിയോടെ നോക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല. പനിയായതുകൊണ്ട് മങ്കി ക്യാപ്പും വെച്ച് നടക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ തന്നെയായിരുന്നു. ഒരു 10 മിനിറ്റ് കാത്തു നിന്നതിന് ശേഷം ഒരു ബസ് കിട്ടി. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. എല്ലാവർക്കും സീറ്റ് കിട്ടി. ബസ് നിർത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട കടയിൽ നിന്നും അല്പം വെള്ളം കുടിച്ച് മുന്നോട്ട് നടന്നു. ഇവിടെ അല്പം ചൂട് കൂടുതലായിരുന്നു. നടക്കുമ്പോൾ എൻ്റെ കൈ പിടിക്കാൻ ദൈവമാറുന്നില്ല. ഓട്ടോ വിളിച്ച് കല്യാണ വീട്ടിലെത്തി ഞങ്ങളെ എല്ലാവരും സ്വീകരിച്ചു. ദേവൂട്ടിയെ കണ്ട് എല്ലാവരും അന്നം വീട് നോക്കുന്നുണ്ടായിരുന്നു. ആളുകളൊക്കെ കല്യാണ തിരക്കിലാണ്. ആ വീട്ടിലെ മുഖനിലയിൽ ഒരു കുഞ്ഞു റൂം ഞങ്ങൾക്കായി തന്നു. അതിൽ ഞാനും ദേവൂട്ടിയും അമ്മയും പിന്നെ കുഞ്ഞേടത്തിയും അവരുടെ വയസ്സായ അമ്മയമ്മയും മാത്രമേ ഉണ്ടായിരുന്നത്. റൂമിൽ കയറി ഡ്രസ്സൊക്കെ മാറ്റുന്നതിനിടയിലാണ് ദേവൂട്ടി അവിടെ നിന്ന് മുടിച്ചിരിക്കുന്ന കണ്ടേ. ഞാനപ്പോൾ ദേവൂട്ടിയെ കണ്ടിട്ട് ചെറുതായിട്ടിരുന്ന് പോയി.
അയ്യോ വീടേട്ടാ ആരെങ്കിലും വരും ആൾ പുറത്തേക്ക് നോക്കി പോന്നു. എന്നെ കൂടെ കിടക്കുമെങ്കിൽ ഞാൻ വിടാം അവളുടേതായിട്ട് ഇതാക്കി പറഞ്ഞു. പിന്നെ അല്ലാണ്ട് എൻ്റെ ഏട്ടൻ്റെ കൂടെ അല്ലാതെ ഞാൻ വേറെ ആരുടെയും കൂടെ കിടക്കാനാ. എന്നാൽ എനിക്കും തന്നേ. അവൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി എനിക്കൊന്ന് തന്നു. എനിക്ക് എന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഇതൊരു സിനിമ കണ്ടാലോ? സൂപ്പറായിട്ടാ കാണാം, എനിക്കിഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് സിനിമ കാണാം. പിന്നെ ഞാനിടയ്ക്ക് ഇതേപോലെയൊക്കെ തരും കേട്ടോ. അവളുടെ ഇതൊക്കെ ഇതാക്കി ഇല്ല ഏട്ടനല്ലേ. ആരെങ്കിലും വരുന്നതിന് മുമ്പേ ഞാനിവിടുന്ന് കോണിപ്പടിയിൽ ഇറങ്ങി പെട്ടെന്ന് തന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഏതോ വാർപ്പുകിലിൻ കിനാവിൽ എൻ്റെ റിങ് ടൂണാ. ഞാൻ ഫോണെടുത്ത് നോക്കി. ഞാൻ ചെറുതായിട്ടൊന്ന് ഭയന്ന് ഉറിച്ചു. സന്തോഷ് നെയ്ബർ കോളിംഗ്. ആ കോളിങ്ങോട് കൂടി ആ ഭയന്ന് വരയ്ക്കുന്നതിനോട് കൂടി ഈ പാട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ എന്തിനായിരിക്കില്ലേ സന്തോഷേട്ടൻ വിളിച്ചിട്ടുണ്ടാവുക? ചേച്ചി സന്തോഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യത്തിലാണോ വിളിക്കുന്നത്, ജോലിക്കാണോ, എൻ്റെ ഏതാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ആ ഫോൺ നോക്കുന്നതോട് കൂടി നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുക. അടുത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് അടുത്ത് കാണാം കേട്ടോ. കഥ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാം. അതുവരെ ബൈ.